മനസ്സിലാക്കി ഞങ്ങളെ നീ പരിമേൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ നിന്റെ ഹിതാനുസരണം വളർത്തിക്കൊണ്ട് വരുവാൻ കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു രക്ഷയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമീൻ. ഞാനിപ്പോൾ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യുകയാണ്. ഷെപ്പേർഡിങ് യുവർ ചൈൽഡ്സ് ഹാർട്ട്. ഒരു ഇടവകയിലും ഒരു സഭയിലും ശുശ്രൂഷാ സ്ഥാനത്തേക്ക് വിളിച്ചിരിക്കുന്നവരാണല്ലോ അച്ഛന്മാരും മെത്രാച്ചന്മാരും. അപ്പോൾ ഷെപ്പേർഡിങ് മിനിസ്ട്രി ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. ഇടവകയിൽ ദൈവജനത്തെ പരിപാലിക്കുന്നതിനും ദൈവജനത്തെ നേർവഴിയിൽ കൂടെ നടത്തുന്നതിനും ദൈവജനത്തെ പ്രബോധിപ്പിക്കുന്നതിനു വേണ്ടിയുമാണ് കർത്താവ് ഇടയന്മാരെ ഇടവകയിലാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ബിഷപ്സിന്റെ മിനിസ്ട്രിയെ കുറിച്ച് പറയുമ്പോഴും നാം ഉപയോഗിക്കുന്ന പദമാണ് ദ ഷെപ്പേർഡ്സ് ഓഫ് ദ ചർച്ച്, ആൻഡ് ദേ ഹാവ് ബീൻ കോൾഡ് ടു ഷെപ്പേർഡ് ദ ഫ്ലോക്ക് ദാറ്റ് ഗോഡ് ഹാസ് ഗിവൻ ടു ദെം. ഒരു ഭവനത്തിൽ പേരൻസിനെ ദൈവം ഷെപ്പേർഡ്സ് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. പേരൻസും ഇന്നത്തെ ഈ വെബിനാറിൽ സംബന്ധിക്കുന്നതായ എല്ലാ ഗ്രാൻഡ് പേരൻസും, യു ആർ ഓൾസോ കോൾഡ് ടു ഷെപ്പേർഡ് ദ ചിൽഡ്രൻ that God has placed in your home. ഇംഗ്ലീഷ് ഭാഷയിൽ വളരെ അർത്ഥവത്തായ കവിതകൾ എഴുതിയ ഇംഗ്ലീഷ് പോയറ്റാണ് ഷാമുവൽ ടെയ്ലർ കോൾറിഡ്ജ്. ഒരു ദിവസം അദ്ദേഹത്തെ സന്ദർശിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതൻ വന്നു. കുറേ നേരം ഇരുന്ന് ആ ഭവനത്തിൽ, ഷാമുവൽ ടെയ്ലർ കോൾറിഡ്ജിന്റെ ഭവനത്തിൽ ഇരുന്ന് വളരെ അർത്ഥവത്തായ വളരെ പ്രസക്തമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെയും അവർ രണ്ടുപേരും ചർച്ച ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് ഇരുവരും പ്രവേശിച്ചു. അപ്പോൾ ഈ കോൾറിഡ്ജിന്റെ സ്നേഹിതൻ അദ്ദേഹത്തോട് പറഞ്ഞു, സ്നേഹിത, ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയും വളർന്നു വന്നതിന് ശേഷം മാത്രമേ അവരെ മതത്തെക്കുറിച്ച് പഠിപ്പിക്കാവുള്ളൂ, ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കാവുള്ളൂ. അപ്പോൾ അദ്ദേഹം അത് പറയാനുള്ള കാരണം, we need not put prejudice and bias into the minds of our children by teaching them religion at a tender age, at a young age. ഇത് കേട്ടപ്പോൾ കോൾറിഡ്ജിന് വളരെയധികം ആശ്ചര്യം തോന്നി. എന്ത് മറുപടി പറയണം എന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. അദ്ദേഹം ആലോചിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹിതനോട് പറഞ്ഞു, സ്നേഹിത, നമുക്ക് എൻ്റെ പൂന്തോട്ടത്തിലേക്കൊന്ന് ഇറങ്ങി നടക്കാം. ലെറ്റ് us go into the garden. കോൾറിഡ്ജ് ഈ സ്നേഹിതനെ കൊണ്ട് ഗാർഡനിലേക്ക് കൊണ്ടുപോയി. ഈ ഗാർഡനിൽ പ്രവേശിച്ച ഉടനെ തന്നെ കോൾറിഡ്ജിന്റെ സ്നേഹിതൻ പറഞ്ഞു, ദിസ് ഇസ് നോട്ട് എ ഗാർഡൻ, ഇറ്റ് ഈസ് ഫുൾ ഓഫ് വീഡ്സ്. കള നിറഞ്ഞു കിടക്കുകയാണല്ലോ, ഇതൊരു പൂന്തോട്ടമേ അല്ല. അപ്പോൾ കോൾറിഡ്ജ് പറഞ്ഞു, I just allowed this garden to grow in its own way. I just allowed the garden to grow in its own way without pruning, without taking the necessary care and precautions. ഞാൻ എന്താണ് ഈ ഒരു ഉദാഹരണത്തിൽ കൂടെ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. Our children need to be pruned. Our children need to be tuned. Our children need to be taken care of. If you allow our children to grow like a garden, they might turn out to be a land full of weeds. നമുക്ക് വേദപുസ്തകത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ അർത്ഥവത്തായ വിധത്തിലാണ് വേദപുസ്തകം നമുക്ക് ചില ഉൾക്കാഴ്ചകളൊക്കെയും നൽകുന്നത്. ഒന്ന്, ദൈവത്തിന്റെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ദാനമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. സങ്കീർത്തനങ്ങൾ 127 മൂന്നാമത്തെ വാക്യത്തിൽ 127 സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. ചിൽഡ്രൻ ആർ ഗോഡ്സ് പ്രഷ്യസ് ഗിഫ്റ്റ്സ്. ദൈവമാണ് പേരൻസിന് കുഞ്ഞുങ്ങളെ ദാനമായി നൽകുന്നത്. ദൈവം ദാനമായി തരുന്നത് കൊണ്ട് തന്നെയാണ് പേരന്റിങ് അല്ലെങ്കിൽ ഷെപ്പേർഡിങ് എന്ന് പറയുന്നത് തന്നെ ദൈവത്തിന്റെ
വലിയ ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്, ദൈവം നൽകുന്നതായ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് ദൈവം ഒരു കുഞ്ഞിനെ ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിൽ നമുക്ക് ദൈവം കുഞ്ഞുങ്ങളെ ദാനമായി തരുമ്പോൾ, ദൈവത്തിന് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് വലിയ സ്വപ്നങ്ങളുണ്ട്, ദൈവത്തിന് ചില പദ്ധതികളൊക്കെ ഉണ്ട്. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതിയുടെയും ദൈവത്തിന്റെ സ്വപ്നത്തിന്റെയും സാക്ഷാത്കാരത്തിനു വേണ്ടിയാണ് മാതാപിതാക്കളെ ദൈവം സജ്ജമാക്കുന്നതും മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി കൊടുക്കുന്നത്. അപ്പോൾ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിന് ഒരു സ്വപ്നമുണ്ട്. അതോടൊപ്പം തന്നെ വേറെ ഒരു കാര്യം കൂടെ നാം മനസ്സിലാക്കേണ്ടത്, God also has a burden for every child born in the world. God not only has a dream, God also has a burden. God has a pain in his heart for every child born in the world. ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു വേദന ഉളവാകുമ്പോൾ ദൈവം ആരുമായി ഇത് പങ്കുവെക്കും? ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വലിയ ഭാരം ദൈവം പേരൻസുമായിട്ടാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ പേരൻസ് എന്താ ചെയ്യുന്നത്? ഈ കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ ആശ്രയിച്ച് വളർത്തുവാനുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു ബേർഡൻ ഉണ്ട്. ഈ കുഞ്ഞുങ്ങൾ ഏത് രീതിയിലായിരിക്കും വളർന്നു വരുന്നത്? ഈ കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ അവർക്ക് ആവശ്യമായ നർച്ചർ, നറിഷ്മെന്റ്, കെയർ, ലവ്, സപ്പോർട്ട് ഇതൊക്കെയും അവർക്ക് കിട്ടുമോ? അത് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ദൈവത്തിന്റെ മനസ്സിൽ എപ്പോഴും ഒരു വലിയ ഭാരമുണ്ട്. ആൻഡ് ഗോഡ് ഷെയർസ് ഹിസ് ബർഡൻ. അപ്പോൾ ഞാൻ പറയും, സൺഡേ സ്കൂൾ അധ്യാപകരായിരിക്കുന്ന നാം ഓരോരുത്തരും, പേരൻസ് ആയിരിക്കുന്ന നാം, നമുക്ക് എല്ലാവർക്കും തന്നെ we are called to share God's burden for our children. We are called to share God's pain for our children. And we are also called to participate in God's vision for our children, God's dream for our children. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അച്ഛനായി കഴിഞ്ഞ് എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് സൺഡേ സ്കൂൾ സമാജം അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഭോപ്പാലിൽ, വടക്കേ ഇന്ത്യയിൽ ഭോപ്പാൽ, മധ്യപ്രദേശിന്റെ തലസ്ഥാനമായ ഭോപ്പാലിൽ നിന്ന് ഏകദേശം 25-30 കിലോമീറ്റർ ദൂരെ ഒരു ഗ്രാമത്തിലാണ് മിഷണറിയായി പ്രവർത്തിച്ചത്. അപ്പോൾ അവിടെ ബഞ്ചാര എന്ന് പറയുന്ന ഒരു നാടോടി സമൂഹത്തിന്റെ മധ്യത്തിൽ അവരുടെ ഒരു വൈദികനായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. അപ്പോൾ നമുക്ക് മാർത്തോവ സുവിശേഷ സംഘത്തിന് ഭോപ്പാലിൽ നിന്ന് 25-30 കിലോമീറ്റർ അകലെ സെഹദ്ഗഞ്ച് എന്ന് പറയുന്ന ഗ്രാമത്തിൽ അവിടെ ഒരു മിഷൻ സെന്റർ ഉണ്ട്. അപ്പോൾ 14 ഏക്കർ സ്ഥലമാണ് അവിടെ ഉള്ളത്. അവിടെ ഒരു മിഷൻ ഹൗസ് ഉണ്ട്. അവിടെ മിഷണറി അച്ഛന്മാർ എവിടെയാണ് താമസിക്കുന്നത്, അച്ഛന്മാരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ സുവിശേഷകരുണ്ട്, 2-3 പേര് അവിടെ താമസിക്കുന്നു. ഈ ഒരു 14 ഏക്കർ ഭൂമിയിൽ തന്നെ നമുക്കൊരു ട്രൈബൽ സ്റ്റുഡൻസ് ഹോസ്റ്റൽ ഉണ്ട്. ബഞ്ചാര സ്റ്റുഡൻസ്, ബഞ്ചാര ഈ സമീപത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നുള്ള ബഞ്ചാര കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവിടെ വന്ന് താമസിച്ച് നമ്മളാണ് അവരെ സപ്പോർട്ട് ചെയ്ത് വളർത്തിക്കൊണ്ട് വരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ അവരെ കരുതി അവരെ സ്നേഹിച്ച് പരിപാലിച്ച് അവരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരുന്ന വലിയ ശുശ്രൂഷ. അതോടൊപ്പം തന്നെ നമുക്ക് അവിടെ ഒരു ഗ്രാമജ്യോതി സ്കൂളുണ്ട്. ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് ഗ്രാം ജ്യോതി സ്കൂൾ. അപ്പോൾ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. ഞാനുള്ളപ്പോൾ 8ാം ക്ലാസ് വരെ അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം 100-300 കുഞ്ഞുങ്ങൾ ഈ സമീപത്തുള്ള ഗ്രാമങ്ങളിൽ നിന്ന് അവിടെ വന്ന് പഠിക്കുമായിരുന്നു. ഞാൻ അവിടെ ചെന്ന് ചാർജ് എടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ മാസം തന്നെ ഒരു ദിവസം ഞാൻ രാവിലെ കണ്ടത്, ഒരു അമ്മ 10 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെ എന്നെ കാണാൻ വേണ്ടി വരിക. അപ്പൊ 2 കുഞ്ഞുങ്ങൾ കയ്യിലുണ്ട്, ഒരാൾ പുറകിലുണ്ട്, 2-3 പേര് ഈ സൈഡിലുണ്ട്, അപ്പുറത്തെ സൈഡിൽ 3-4 പേര്, എല്ലാം കൂടെ ഞാൻ എണ്ണിയപ്പോൾ ഏകദേശം ഒരു 10 കുഞ്ഞുങ്ങളാണ്. അപ്പോൾ എന്നെ കാണാൻ വരിക. അപ്പൊ രാവിലെ ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെന്നു. ഞാൻ ചോദിച്ചു, ക്യാ ഹോ ഗയാ ജി, ക്യാ ഹെ ആജ്? അപ്പോൾ പറഞ്ഞു, ഫാദർ ജി ആപ്കോ മിൽനെ കെ ലിയെ ആയേ ഹം. ഞാൻ പറഞ്ഞു, ഠീക്ക് ഹെ ആയിയെ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് വിശേഷം? അപ്പോൾ പറഞ്ഞു, ഞാൻ ഫാദറെ, ഞാൻ ഞങ്ങളുടെ ഈ കുഞ്ഞുങ്ങളെ ഇവിടുത്തെ സ്കൂളിൽ ചേർക്കാൻ വന്നതാണ്, അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഈ അമ്മയുടെ വരവും ഈ കുഞ്ഞുങ്ങൾ കൂടെയുള്ള ഈ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് വലിയ കൗതുകം തോന്നി. കാരണം 8-10 കുഞ്ഞുങ്ങളാണല്ലോ ഒരുമിച്ച് ഈ അമ്മയുടെ കൂടെ വന്ന്, പല പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ സ്ത്രീയോട് ചോദിച്ചു, അരെ ബഹൻജി ആപ് കേസെ ഇത്രേ സാറേ ബച്ചോं को पालते हैं? അപ്പം അവരോട് ഞാൻ ചോദിച്ചത്, how do you manage to raise so many children? അപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, അരെ ഫാദർ ജി ആപ് नहीं जानते, जब ऊपर वाला देता है तो छप्पर फाड़ के देता है. അപ്പോൾ അവർ ഉദ്ദേശിച്ചത്, ദൈവം തരുമ്പോൾ ഇത് ധാരാളമായിട്ടാണ് ദൈവം കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് തരുന്നത്.
ഇത് അച്ഛനോട് പറഞ്ഞാൽ അച്ഛന് മനസ്സിലാകത്തില്ല. എനിക്ക് വലിയ രസമായിട്ട് തോന്നി. എന്നിട്ട് ഞാൻ വീണ്ടും അവരോട് ചോദിച്ചു, ഇത്രയും കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ വളർത്തിയെടുക്കുന്നത്? കാരണം ബിലോ പവർട്ടി ലൈനിൽ കിടക്കുന്ന ഫാമിലീസ് ആണ് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഒരു നേരത്തെ ഭക്ഷണം പോലും ചൊവ്വേ നേരെ കൊടുക്കുവാൻ അവരുടെ കയ്യിൽ ഒന്നും കാണത്തില്ല. ആ സമ്മർ സീസൺ ഒക്കെ ആവുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വീട്ടിൽ ചിലപ്പോൾ ഒരു റൊട്ടി മാത്രമേ കാണൂ, ഒരു ചപ്പാത്തിയെ കാണത്തുള്ളൂ ഉച്ചയ്ക്ക്. അത് വീതിച്ച് അത് ഡിവൈഡ് ചെയ്ത് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു ബിറ്റ് കൊടുത്താണ് ഈ അമ്മമാർ ഈ കുഞ്ഞുങ്ങളെ പരിപോഷിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കുഞ്ഞുങ്ങളെ കുറിച്ചൊരു ഭാരമില്ല, ഇതിനെയൊക്കെ എങ്ങനെയാ വളർത്തുന്നത്? അരെ ജബ് തക് ഊപ്പർ വാലാ ഹെ വോ ചലായേഗാ ഹംകോ. ദൈവമുള്ളത് കൊണ്ട് ദൈവം ഞങ്ങളെ നടത്തും. അപ്പോൾ ഓർത്തോണം, വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരു സ്ത്രീ പറയുകയാണ്, ദൈവം തമ്പുരാനുള്ളത് കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കും, ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നടത്തും, ദൈവം തരുമ്പോൾ ധാരാളമായിട്ടാണ് ദൈവം കുഞ്ഞുങ്ങളെ തരുന്നത്. അപ്പോൾ ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത്, നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. ഈ ബഞ്ചാര കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകൾ എല്ലാവരും അവരോട് ചോദിച്ചാൽ അവർ ഇത് തന്നെയാണ് പറയുന്നത്, ദൈവമാണ് കുഞ്ഞുങ്ങളെ തന്നിരിക്കുന്നത്. 8ഉം 10ഉം കുഞ്ഞുങ്ങളെ ദൈവം തരുമ്പോൾ അവരെ വളർത്തുവാനുള്ള കൃപയും അല്ലെങ്കിൽ കഴിവും അല്ലെങ്കിൽ അതിന് വേണ്ടതായ റിസോഴ്സസ് ദൈവം പ്രൊവൈഡ് ചെയ്യും എന്നുള്ള വലിയ വിശ്വാസമാണ് അവർക്ക് ഉള്ളത്. അടുത്തത്, പേരൻസ് ആർ കോൾഡ് ടു ബി സ്റ്റ്യൂവർഡ്സ്. കാര്യവിചാരകന്മാരായാണ് ദൈവം ഈ ലോകത്തിൽ പേരൻസിനെ വെച്ചിരിക്കുന്നത്. ഇറ്റ് മീൻസ് വി ആർ ആൻസറബിൾ ടു ഗോഡ് ഫോർ ദ ലൈഫ്സ് ഓഫ് അവർ ചിൽഡ്രൻ. മനുഷ്യനെ കുറിച്ച് പറയുന്നത് നമുക്കറിയാം, ഈ മറ്റ് ആനിമൽസുമായിട്ട് നാം മനുഷ്യരെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യ കുഞ്ഞിനെ കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായും വി ഹാവ് ദ ലോങ്സ്റ്റ് ചൈൽഡ്ഹുഡ്, ദ ലോങ്സ്റ്റ് ഇൻഫൻസി പീരിയഡ് ഉണ്ട്, ചൈൽഡ്ഹുഡ് പീരിയഡ് ഉണ്ട്, അഡോളസന്റ് പീരിയഡ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഈ സമയത്തെല്ലാം കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ പരിപോഷണം, കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ നർച്ചർ, കെയർ ഒക്കെയും പേരൻസ് ആണ് കൊടുക്കേണ്ടത്. എന്നാൽ മറ്റ് ജീവികളെ നാം കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ഷോർട്ട് പീരിയഡ്സ് ഓഫ് പേരന്റൽ നർച്ചർ ആൻഡ് കെയർ മതി. പക്ഷികളെ എടുത്ത് നോക്കിക്കേ, മറ്റു മൃഗങ്ങളെ ഒന്ന് നോക്കിക്കേ, they don't need to have a long period of parental care. എന്നാൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് കുഞ്ഞുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ടൈം ടു ബി ഇൻഡിപെൻഡന്റ്. പേരന്റിങ് എന്ന് പറയുന്നത് ഒരു പ്രിവിലേജ് കൂടിയാണ്. ദൈവമാണല്ലോ കുഞ്ഞുങ്ങളെ ദാനമായി നൽകിയത്. ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ള വാഗ്ദത്തം ദൈവം തന്റെ വചനത്തിൽ കൂടെ നമ്മോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, ദൈവം നോഹയെ അനുഗ്രഹിക്കുന്നു. ദൈവം നോഹയുമായിട്ടൊരു ഉടമ്പടി ബന്ധം സ്ഥാപിക്കുകയാണ്. ആൻഡ് ദിസ് covenant is not only for Noah, is not only with Noah, but with all descendants of Noah. So the blessing that comes to Abraham, the blessing that comes to Isaac, the blessing that comes to Jacob, it is a blessing that is passed on through the generations. അപ്പോൾ പേരന്റിങ് ഒരു പ്രിവിലേജ് എന്ന് പറയുമ്പോൾ പേരൻസിൽ കൂടിയാണ് ദൈവം ഈ ലോകത്തിൽ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നത്. പേരൻസിൽ കൂടിയാണ് ദൈവം ഈ ലോകത്തിൽ കുഞ്ഞുങ്ങളെ നടത്തുന്നത്. പേരൻസിൽ കൂടിയാണ് അടുത്ത തലമുറയെ ദൈവം ഈ ലോകത്തിൽ വാർത്തെടുക്കുന്നത്. അപ്പോൾ പേരൻസ്, ഗ്രാൻഡ് പേരൻസ്, ഇതെല്ലാം തന്നെ പേരന്റിങ് ഇസ് എ പ്രിവിലേജ്. എന്നാൽ നമുക്കറിയാം, ഇന്ന് പേരന്റിങ് എന്ന് പറയുന്നത് വളരെ കഠിനമായ ഒരു സംഗതി തന്നെയാണ്. ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ്, കോംപ്ലെക്സ് ടാസ്ക്. ഞാൻ ചില പേരൻസ്, ഗ്രാൻഡ് പേരൻസ് ഉൾപ്പെടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ സമയത്ത് 8ഉം 10ഉം 12ഉം കുഞ്ഞുങ്ങളൊക്കെ ഒരു ക്രിക്കറ്റ് ടീം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു, മാത്രം പ്രയാസം അന്ന് തോന്നിയിട്ടില്ല. ഇന്നിപ്പോൾ 2 എണ്ണത്തിനെ വളർത്തി വരുമ്പോൾ തന്നെ തളർന്നു പോകും, അത്രമാത്രം പ്രയാസമാണ് ഇന്ന് വളർത്തിയെടുക്കുക എന്ന് പറയും. എന്നാൽ പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് 10ഉം 12ഉം ഉണ്ടെന്ന് പറഞ്ഞാലും ഇറ്റ് വാസ് ഈസി എന്നുള്ള രീതിയിലാണ് പല പേരൻസും അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. നമുക്കറിയാം, പേരന്റിങ് എന്ന് പറയുന്നത് വലിയൊരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. കുഞ്ഞുങ്ങളുടെ ക്യാരക്ടർ ഫോർമേഷൻ പേരൻസ് ആണ് മോൾഡ് ചെയ്തെടുക്കേണ്ടത്. കുഞ്ഞുങ്ങളുടെ വിശ്വാസ രൂപീകരണവും ഭവനത്തിലാണ് നടത്തപ്പെടേണ്ടത്, അല്ലെങ്കിൽ ഭവനത്തിൽ കൂടെയാണ് കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ വളർന്നു വരേണ്ടത്. കുഞ്ഞുങ്ങളെ വിശുദ്ധ മാമോദിസായിക്ക് വേണ്ടി പേരൻസും ഗോഡ് പേരൻസും ഒക്കെ കൊണ്ടുവരുമ്പോൾ ദൈവസന്നിധിയിൽ അവരെല്ലാവരും ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. എന്താണെന്നറിയോ?
ദൈവമേ, നീ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഈ കുഞ്ഞിനെ നിന്റെ കൃപയിൽ ആശ്രയിച്ചു വളർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനുവേണ്ടി ഞങ്ങൾക്ക് ആവശ്യമായ കൃപ തരണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയാണ്, വലിയ സമർപ്പണമാണ് ആ ഒരു ശുശ്രൂഷ മധ്യേ പേരൻസും ഗോഡ് പേരൻസും ഒക്കെയും നടത്തുന്നത്. അപ്പോൾ വിശ്വാസ രൂപീകരണം ഭവനങ്ങളിൽ പേരൻസിൽ കൂടെയും ഗ്രാൻഡ് പേരൻസിൽ കൂടെയാണ് നടത്തപ്പെടേണ്ടത്. നമുക്കറിയാം, ജീസസ് ദ ഗുഡ് ഷെപ്പേർഡ് എന്നാണ് നാം പറയുന്നത് കർത്താവിനെ കുറിച്ച്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ നാം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. കർത്താവ് പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. ഞാൻ നല്ല ഇടയനാകുന്നു, അവർക്ക് സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ ഈ ലോകത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഈ കർത്താവിന്റെ ഈ ഒരു ഗുഡ് ഷെപ്പേർഡ് മോഡലാണ് നമ്മുടെ എല്ലാ ഷെപ്പേർഡിങ്ങിനും ഇൻക്ലൂഡിങ് പേരന്റിങ്ങിനും ആവശ്യമായിരിക്കുന്നത്. കർത്താവ് ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, തന്റെ ആടുമായിട്ട് ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് കർത്താവിനുള്ളത്. ആടുകളെ സ്നേഹിക്കുന്നു, ആടുകളെ കരുതുന്നു, ആടുകളെ പരിപാലിക്കുന്നു, പച്ചയായ മേച്ചിൽപ്പുറങ്ങളിലേക്ക് ആടുകളെ നയിക്കുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നയിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ വളരെ ഇന്റിമേറ്റ്. അപ്പോൾ ഓരോ ആടിന്റെയും പേര് ചൊല്ലിയാണ് കർത്താവ് ആടുകളെ വിളിക്കുന്നത്. സോ ദർ ഇസ് ആൻ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദ ഷീപ്പ്. The good shepherd cares, the good shepherd feeds, the good shepherd protects. The good shepherd leads from the front. എന്നാൽ അത് മാത്രമല്ല, ഈ ആടിനെ സംരക്ഷിക്കാൻ വേണ്ടി തൻ്റെ ജീവനെ പോലും നൽകുന്നതായ വലിയ ഇടയനെയാണ് നാം കർത്താവിൽ ദർശിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? സോ ദാറ്റ് ദ ഷീപ്പ് മേ എക്സ്പീരിയൻസ് ലൈഫ് ഇൻ ഇറ്റ്സ് ഫുള്ളസ്റ്റ്. The sheep may experience life in its fullest. അപ്പോൾ പേരന്റിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഗുഡ് ഷെപ്പേർഡ് മോഡൽ തന്നെയാണ് നമ്മുടെ പേരന്റിംഗിലും നാം അവലംബിച്ചിരിക്കുന്നത്. There is an intimate relationship with our children. We take care, we feed them, we protect them, we lead them from the front, we guide them to still waters, towards green pastures. Parents are even willing to risk their life for their children, so that the children may experience the beauty, the joy, and the meaning of life in its fullness. ഇന്ന് ധാരാളം ചാലഞ്ചസ് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. പേരന്റിംഗ് എന്ന് പറയുമ്പോൾ ധാരാളം ചാലഞ്ചസ്, വെല്ലുവിളികൾ നിറഞ്ഞിരിക്കുന്നതാണ്. ഏകദേശം 5 ചാലഞ്ചസ് ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നത്. ഒന്ന്, ഇൻഫർമേഷൻ എക്സ്പ്ലോഷന്റെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്കറിയാം, ഇന്നത്തെ കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറുപടി പറയുവാൻ സാധിക്കും. അതിന്റെ കാരണം അവരുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് അറിയാത്ത കാര്യങ്ങൾ കണ്ടുപിടിച്ച് നമ്മോട് പറഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ സൺഡേ സ്കൂൾ അധ്യാപകരോട് സാധാരണ ഈ നാളിൽ പറയുന്ന ഒരു കാര്യമാണ്, നെവർ എവർ ഹാവ് എ ഫീലിംഗ് that you are the repository of all knowledge in the world, that you are a superhuman being. No, you do not have all the knowledge in the world. Okay, so what I'm trying to say is that നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് നമ്മെക്കാട്ടിലും കൂടുതൽ നോളജ് അവരുടെ പക്കലുണ്ട്. എന്തെങ്കിലും ചോദിച്ചാൽ അറിയത്തില്ലെങ്കിൽ പോലും പെട്ടെന്ന് അവരത് കണ്ടുപിടിച്ച് പറഞ്ഞ് നമുക്ക് തരും. കാരണം അത്രമാത്രം നോളജ്, ഒരു ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ നടന്നിരിക്കുന്ന ഒരു ലോകത്തിലാണ് അവര് ജീവിക്കുന്നത്. ചില വർഷങ്ങൾക്ക് മുമ്പ് വരെയും പേരൻസും ടീച്ചേഴ്സിനായിരുന്നു കൂടുതൽ നോളജ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഞാൻ പറയും, അധ്യാപകരെക്കാട്ടിലും പലയിടങ്ങളിൽ കുഞ്ഞുങ്ങൾക്കാണ് കൂടുതൽ നോളജ്. ഞാൻ അധ്യാപകരോട് പറയും, വി നീഡ് ടു ഹാവ് ദ ഹ്യൂമിലിറ്റി ടു അക്സെപ്റ്റ് ആർ ലിമിറ്റേഷൻസ് ആൻഡ് ഓൾസോ ദ ഹ്യൂമിലിറ്റി ടു ലേൺ ഫ്രം ആർ ചിൽഡ്രൻ. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ടീച്ചിങ്, നമ്മുടെ മിനിസ്ട്രി എഫക്റ്റീവായി. വി ആർ ഓൾ co-learners, co-travelers in this faith journey, in the experience of faith. ഒരു കാലഘട്ടം വരെയും അങ്ങനെയായിരുന്നു. പേരൻസ് അധ്യാപകർക്കായിരുന്നു കൂടുതൽ നോളജ്, കാരണം അവർക്കായിരുന്നു കൂടുതൽ എക്സ്പോഷേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ധാരാളം നോളജ് ഉള്ള ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, പണ്ടൊക്കെ മാഗസിൻസ്, ന്യൂസ് പേപ്പേഴ്സ്, TV-യിലുള്ള ചില പ്രത്യേക ചാനലുകൾ, ഇതിൽ കൂടെയൊക്കെ ആയിരുന്നു കുഞ്ഞുങ്ങൾക്ക് പോലും ഇൻഫർമേഷൻസ് കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് ഒരിക്കൽ എൻ്റെ ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻറ്, അദ്ദേഹം ഒരു മാഗസിൻ ക്ലാസ്സിൽ കൊണ്ടുവന്നിരുന്ന് ബാക്ക് ബെഞ്ചിലിരുന്ന്
അവിടെ ഇരുന്ന വിദ്യാർത്ഥികളെയൊക്കെയും കാണിച്ച് അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ ഇതൊക്കെ നോട്ട് ചെയ്ത് പോയി മാഗസിൻ എടുത്ത് നേരെ പ്രിൻസിപ്പളുടെ പക്കലേക്ക് ഈ വിദ്യാർത്ഥിയെ പറഞ്ഞു വിട്ടു. പ്രിൻസിപ്പൾ ഉടനെ തന്നെ പേരൻസിനെ വിളിച്ച് ഈ മാഗസിനകത്തുള്ള സ്വിംസൂട്ടിൽ നിൽക്കുന്നതായ ചില മോഡൽസിന്റെ ഫോട്ടോ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് റിപ്പോർട്ട് ചെയ്യുകയും രണ്ടാഴ്ചത്തേക്ക് വേണ്ടി സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനത്തെ ഒരു അനുഭവം. എന്നാൽ ഇന്ന് നമുക്കറിയാം, പണ്ട് അങ്ങനെയായിരുന്നു. എന്നാൽ ഇന്ന് എവറിത്തിങ് ഈസ് ഈസിലി അവൈലബിൾ. പേരൻസിന് പോലും അറിയത്തില്ല കുഞ്ഞുങ്ങൾ ഇപ്പോൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഭവനങ്ങളുടെ കാര്യമല്ല, എന്നാൽ പല ഭവനങ്ങളിലും നെറ്റ് ഫെസിലിറ്റീസ് ഉള്ള ഇടങ്ങളിൽ കുഞ്ഞുങ്ങളൊക്കെ ഏതൊക്കെ വെബ്സൈറ്റ്സ് ആണ് എപ്പോഴൊക്കെയാണ് ആക്സസ് ചെയ്യുന്നത് പോലും പേരൻസിന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു പേരന്റൽ കൺട്രോൾ എല്ലാം അവിടെ എക്സസൈസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ്. തീർച്ചയായും ചെയ്യാൻ പറ്റും, എന്നാൽ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്, ഇറ്റ് ഈസ് എ ടാസ്ക്. അതുകൊണ്ട് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്, ഇന്ന് വളർന്നു വരുന്നതായ ജനറേഷൻ എല്ലാം തന്നെ they are all hooked to their smartphones. They are hooked to the internet. They are hooked to the web. And many of them as a result have become addicted to the net. അതുകൊണ്ട് ഈ കൗൺസിലേഴ്സിന് അടുത്തൊക്കെ ഇപ്പോൾ അനേക ചെറുപ്പക്കാർ, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയാണ് വരുന്നത്. കാരണം ഈ ഒരു അഡിക്ഷൻ തന്നെ ഒരു ഇന്റർനെറ്റ് അഡിക്ഷൻ ആയി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നിപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ ബസ്സിലായിക്കോട്ടെ ട്രെയിനിലായിക്കോട്ടെ, ആ ബസ്സിനകത്തും ട്രെയിനിനകത്തും ഇരിക്കുന്നവരൊക്കെയും അവിടെ ബസ്സിൽ കയറി ഇരുന്ന് കഴിയുമ്പോൾ തന്നെ മിക്കവാറും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, എല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ മൊബൈലുണ്ട്. നമ്മളെല്ലാവരും ഇത് സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ല, അല്ലെങ്കിൽ മനുഷ്യർ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഇന്ററാക്ഷൻ, അടുത്തിരിക്കുന്ന ആളുമായിട്ടുള്ള ഇന്ററാക്ഷനൊക്കെയും കുറഞ്ഞു വരികയാണ്. പല കുഞ്ഞുങ്ങളെ കുറിച്ചും പറയുന്നത് they are so hooked to their mobiles that they don't even look up at the face of the other. They have forgotten to see the face of the other. They are always looking down. ഭവനങ്ങളിൽ പോയാൽ പോലും പല കുഞ്ഞുങ്ങളും പല ചെറുപ്പക്കാരും അത് തന്നെയാണ്. they are all busy on their gadgets, all hooked to their cell phones. അതുകൊണ്ട് സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു we fail to notice our neighbors, we fail to notice the others. അപ്പോൾ അങ്ങനത്തെ ഒരു ലോകത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. അതൊരു ചാലഞ്ച് തന്നെയാണ്. പേരൻസിനെ സംബന്ധിച്ച് ഇതൊരു ചാലഞ്ചിങ് ടാസ്ക് ആണ്. രണ്ടാമതായിട്ട്, ഇന്നിപ്പോൾ മോറൽ സ്റ്റാൻഡേർഡ്സ് കുറഞ്ഞു വരുന്നതായ ഒരു കാലഘട്ടമാണ്. എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് കുറഞ്ഞു വരുന്നതായ കാലഘട്ടമാണ്. ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ പേരൻസിന് കുഞ്ഞുങ്ങളെ ശാസിക്കുവാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടമാണിപ്പോൾ. ഒന്ന് തൊടാൻ പോലും പറ്റത്തില്ല. പേരൻസ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ കുഞ്ഞുങ്ങൾ ഇത് ടീച്ചർ സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചറിനോട് പറയും, ടീച്ചർ പോലീസിനെ വിളിക്കും, കുഞ്ഞിനെ കൊണ്ടുപോയി ഫോസ്റ്റർ ഹോമിൽ വിടും, പേരൻസിനെ കൊണ്ടുപോയി ജയിലിലും ആക്കും. സോ ഈവൻ ദ കിഡ്സ് ക്യാൻ സൂ ദിയർ പേരൻസ് ഇൻ ദ വെസ്റ്റേൺ വേൾഡ്. ഇവിടെയും ഇതൊക്കെ ആയി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ സൺഡേ സ്കൂൾ അധ്യാപകർക്ക് പോലും ചില ഇടങ്ങളിൽ കുഞ്ഞുങ്ങളെ ശാസിക്കുവാൻ പറ്റാത്ത ഒരു കാലഘട്ടമായിരിക്കുകയാണ്. കാരണം എന്താ, പല പേരൻസും വളരെ പൊസസീവാണ്. എന്തുകൊണ്ടാണ് ടീച്ചർ എന്നോട് പറയാതെ എൻ്റെ മകനെ ശാസിച്ചത്, എന്തുകൊണ്ട് ടീച്ചർ അങ്ങനെ ചെയ്തു, അങ്ങനെ ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആൻഡ് വി ഹാവ് ലോസ് ഇൻ ഇന്ത്യ ടു പ്രൊട്ടക്ട് അവർ ചിൽഡ്രൻ ഫ്രം സോ മെനി അൺവാണ്ടഡ് എലിമെന്റ്സ് ആൻഡ് അൺവാണ്ടഡ് തിങ്സ്. ഞാൻ ഓർക്കുന്നുണ്ട്, ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വടക്കേ ഇന്ത്യയിൽ ഒരു ഇടവകയിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ അവിടെ സൺഡേ സർവീസിന്റെ മധ്യത്തിൽ അവിടെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്നതായ ഒരു സീനിയർ അങ്കിൾ ഈ പ്രസംഗം തുടങ്ങുമ്പോൾ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ അനങ്ങാൻ തുടങ്ങുമ്പോഴേ അങ്കിൾ വന്ന് ചെവിക്ക് പിടിക്കും. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം ഒരു സൺഡേ സർവീസ് കഴിഞ്ഞ് ഒരു സൺഡേ സ്കൂൾ സ്റ്റുഡൻറ് അദ്ദേഹത്തിൻ്റെ എൻ്റെ ഈ കൊച്ചിൻ്റെ അമ്മയുടെ കൂടെ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സൺഡേ സ്കൂൾ സ്റ്റുഡൻറ് വന്ന് പറയുകയാണ്, മമ്മി ഇന്ന് ഈ അങ്കിള് എൻ്റെ ചെവിക്ക് കയറി പിടിച്ചു. അപ്പോൾ മമ്മി പറഞ്ഞു, അച്ഛാ ഓകെ, ബഹുത് അച്ഛാ ഓകെ, തോയ് തും സുധരോകെ. അപ്പൊ നന്നായി പോയി, എന്നാലേ നീ ശരിയാകത്തുള്ളൂ, നീ നന്നാകത്തുള്ളൂ. ഞാൻ വിചാരിക്കുകയാണ്, ഇന്നിപ്പോ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? പേരൻസ് ഹാവ് ബിക്കം വെരി പൊസസീവ്. പണ്ടൊക്കെ ഞങ്ങളുടെ പള്ളിയിൽ നിന്നൊക്കെയും പിച്ചും അടിയൊക്കെ കിട്ടുമ്പോൾ ഞങ്ങളുടെ പേരൻസും പറയുമായിരുന്നു, ഒരു കുഴപ്പവും ഇല്ല, അങ്കിള് നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് ഒരു പിച്ചിയത്. എന്നാൽ ഇന്ന് things have changed, right? The moral standards have decreased, the ethical standards have come down. മൂന്നാമതായിട്ട്
നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നാം ഇന്ന് വസിക്കുന്ന ലോകത്തെ കുറിച്ച് പറയുന്നത് ഇറ്റ് ഇസ് എ മെറ്റീരിയലിസ്റ്റിക് വേൾഡ്. ഭൗതിക നേട്ടങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പണമാണ് ഇന്ന് ദൈവമായി മാറിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ സിറ്റീസിലും അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ പേരൻസ് രണ്ടുപേരും ജോലി ചെയ്തെങ്കിൽ മാത്രമേ ഒരു സാമാന്യ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുവാൻ സാധിക്കത്തുള്ളൂ. അതാണ് എറണാകുളത്തും ഒക്കെ മിക്കവാറും ബോത്ത് ദ പേരൻസ് ആർ വർക്കിംഗ്. അതിന്റെ ഒരു കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഫെസിലിറ്റീസ് കൊടുക്കുവാൻ വേണ്ടി നല്ല സ്കൂളുകളിൽ വിടണം, നല്ല ഫുഡ് കൊടുക്കണം, നല്ല വസ്ത്രങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണം, അവർക്കൊന്നിനും ഒരു കുറവുണ്ടാകരുത് എന്നുള്ള വലിയ ആഗ്രഹത്തോടും താല്പര്യത്തോടു കൂടിയാണ് പേരൻസ് ഈ കഷ്ടപ്പാടുകളെല്ലാം തന്നെ സഹിക്കുന്നത്. അപ്പൊ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഇറ്റ് ഇസ് ടു ലേറ്റ്. പ്രത്യേകിച്ച് ഞാൻ പറയും, ഇന്ന് മൾട്ടിനാഷണൽ കമ്പനിയിലൊക്കെയും ജോലി ചെയ്യുന്നവര് ദേ ആർ സോ ടയർഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ. ഒരു യാത്ര കഴിഞ്ഞ് ഈ ജോലിയൊക്കെ there is a lot of time that goes on in the travel. വർക്ക് ഷെഡ്യൂൾസ് വളരെ ടൈറ്റ് ആണ്. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ കുഞ്ഞുങ്ങളോട് ചേർന്ന് ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. അപ്പോൾ ഒരു മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പേരൻസ് കിടന്ന് ബുദ്ധിമുട്ടുന്നതായിട്ടാണ് നാം കാണുന്നത്. നാലാമത്തേത് ഒരു കോമ്പറ്റിറ്റീവ് വേൾഡ് ആണിത്. നമുക്കറിയാം, ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ നാം പഠിപ്പിക്കുന്നത് നന്നായി പഠിക്കണം, നല്ല മാർക്കോടുകൂടെ പാസ്സാകണം, നീ ഇതായി തീരണം, നീ എഞ്ചിനീയർ ആകണം, ഡോക്ടർ ആകണം, അല്ലെങ്കിൽ CA ആകണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രൊഫഷൻ. ഇത് ഒരിക്കലും നീ തോറ്റു പോകരുത്. സോ ഫെയിലിയർ ഇസ് അൺഅക്സെപ്റ്റബിൾ. കുഞ്ഞുങ്ങൾ എപ്പോഴും എക്സൽ ചെയ്യണം. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഓർക്കും, ഈ സൺഡേ സ്കൂൾ കോമ്പറ്റീഷൻസ് വരുമ്പോഴും പേരൻസിന്റെ ടെൻഷൻ കാണുമ്പോഴാണ് എനിക്ക് ഏറെ പ്രയാസം തോന്നി. എന്തിനാണ് പേരൻസ് എത്രമാത്രം ടെൻഷൻ എടുക്കുന്നത്? ഒരു സൺഡേ സ്കൂൾ കോമ്പറ്റീഷൻ എത്രമാത്രം പ്രഷറിൽ കൂടെയാണ് ഈ പേരൻസ് പോകുന്നത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുകയാണെങ്കിൽ സെക്യുലർ എഡ്യൂക്കേഷൻ നന്നായി എക്സൽ ചെയ്യുവാൻ, നല്ല മാർക്ക് മേടിക്കുവാനുള്ള അവരുടെ ആഗ്രഹം, കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കണം എന്നുള്ള ആഗ്രഹം. സൺഡേ സ്കൂളിൽ വരുമ്പോഴും അത് തന്നെയാണ്, എൻ്റെ കുഞ്ഞിന് എന്തുകൊണ്ട് 2 മാർക്ക് കുറഞ്ഞു പോയി. അപ്പം അങ്ങനെ ചോദിക്കുന്ന പേരൻസും നമ്മുടെ ഇടയിലുണ്ട്. ദർ ഇസ് സോ മച്ച് ഓഫ് ആങ്സൈറ്റി അബൌട്ട് ദി ഗ്രേഡ്സ്. അതിന്റെ ഒരു കാരണം, ഇറ്റ് ഇസ് ബിക്കോസ് വി ആർ ഓൾ ഫോക്കസ്ഡ് ഓൺ കാരിയർ ബിൽഡിംഗ് ഓവർ ക്യാരക്ടർ ബിൽഡിംഗ്. അതാണ് ഇന്ന് പലയിടങ്ങളിലും കാണുവാൻ സാധിക്കുന്നത്. ഹൈ എക്സ്പെക്ടേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ചില കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഈ പേരൻസിന്റെയും ഈ ഒരു സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ many of them have become depressed. So depression is on the rise. And many of our children cannot accept failures in life. അപ്പോൾ ഞാൻ പറയും, ഫെയിലിയർ ആയി തീരുന്നത്, ഫെയിലിയേഴ്സ് ആകാൻ കൂടി പഠിപ്പിക്കുന്നത് നല്ലതാണ്. ഈ കോമ്പറ്റീറ്റീവ് ലോകത്തിൽ let us teach our children to accept failures as failures. ഒരു COVID-19 കാലഘട്ടത്തിൽ കൂടിയാണല്ലോ നാം എല്ലാവരും ഇപ്പോൾ കടന്നു പോകുന്നത്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളിൽ കൂടിയാണ് അവരുടെ സെക്യുലർ എഡ്യൂക്കേഷനും സൺഡേ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെയും നടത്തി വരുന്നത്. ഈ സെക്യുലർ എഡ്യൂക്കേഷന്റെ പരീക്ഷകൾ പോലും ഇപ്പോൾ ഓൺലൈൻ മീഡിയമിൽ കൂടിയാണ് പരീക്ഷകൾ. അപ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് വളരെ സൗകര്യാർത്ഥം അവരുടെ സൗകര്യത്തോടുകൂടെ വീട്ടിലിരുന്ന് കുറെ പേരൊക്കെ വിശ്വസ്തരായി പരീക്ഷ എഴുതും. മറ്റു പലരും ഒട്ടും തന്നെ വിശ്വസ്തത കാണിക്കാതെ തന്നെ പരീക്ഷ എഴുതും. വിശ്വസ്തത കാണിക്കാത്തവരുടെ പേരൻസും ഇതിന് പലരെയും സപ്പോർട്ട് ചെയ്യാറുണ്ട്. കഴിഞ്ഞിടയ്ക്ക് ഒരു സെക്യുലർ സ്കൂളിൽ പഠിപ്പിക്കുന്നതായ ഒരു ടീച്ചർ എന്നോട് ഒരു കാര്യം പറഞ്ഞു. വെച്ചാൽ ഞാൻ ചോദിച്ചു, ടീച്ചറെ എങ്ങനെയുണ്ടായിരുന്നു ഈ എക്സാമിനേഷൻസ് ഒക്കെ, ഓൺലൈൻ എക്സാമിനേഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ഹൗ വാസ് എ പെർഫോമൻസ്? അത് ഞാൻ ചോദിക്കാനുള്ള മുഖ്യ കാരണം, പ്രധാനമായ കാരണം, മാർത്തോമാ സൺഡേ സ്കൂൾ സമാജവും ഈ വർഷം എക്സാമിനേഷൻസ് ഓൺലൈൻ കണ്ടക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു സെക്യുലർ എഡ്യൂക്കേഷൻ, സെക്യുലർ സ്കൂൾസിൽ എങ്ങനെയാണ് ഈ എക്സാമിനേഷൻ നടത്തുന്നത്, അതിന്റെ ഔട്ട്കം എങ്ങനെയാണ്, റിസൾട്ട് എങ്ങനെയാണ്, കുഞ്ഞുങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാ ഒന്നറിയാൻ വേണ്ടിയാണ് ഈ അധ്യാപികയോട് ഞാൻ ചോദിച്ചത്. അപ്പോൾ ടീച്ചർ എന്നോട് ഒരു കാര്യം പറഞ്ഞു. വെച്ചാൽ 75 to 90 മാർക്ക് വരെയും സ്കൂളുകളിൽ സാധാരണ രീതിയിൽ കോവിഡ് മുമ്പ് വരെ മേടിച്ചുകൊണ്ടിരുന്നവർക്ക് ആ മാർക്ക് തന്നെയാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ചില വിദ്വാൻമാരുണ്ട്, 45, 40, 50 മേടിച്ചുകൊണ്ടിരുന്നവര് പെട്ടെന്നാണ് ഈ കോവിഡ് കാലഘട്ടത്തിൽ 95 മാർക്ക് മേടിക്കുവാൻ തുടങ്ങിയത്. അപ്പോൾ 45 മാർക്കിൽ നിന്ന് 95 മാർക്ക് മേടിക്കാൻ തുടങ്ങി. അപ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, വീട്ടിലിരുന്ന് ചിലർ പേരൻസിന്റെ സഹായത്തോടുകൂടെ കോപ്പി അടിച്ച് പരീക്ഷ എഴുതുന്നു, മറ്റു ചിലർ പേരൻസിന് സഹായം ഇല്ലാതെ തന്നെ കോപ്പി അടിച്ച് പരീക്ഷ എഴുതുന്നു.
എന്നാൽ ഒത്തിരി കുഞ്ഞുങ്ങൾ വളരെ സിൻസിയറായി ജെന്യുവിനായി എഴുതുന്നവരുണ്ട്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ്, ഒരു കോമ്പറ്റിറ്റീവ് ലോകമായതുകൊണ്ട് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുവാനുള്ള തത്രപ്പാടാണ് എല്ലാവരും. അതുകൊണ്ട് 50 മാർക്ക് കഴിഞ്ഞ വർഷം വരെയും കിട്ടിക്കൊണ്ടിരുന്ന ആൾക്ക് ഈ വർഷം 95 മാർക്കാണ് കിട്ടുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ കഴിഞ്ഞ സൺഡേ സ്കൂൾ പരീക്ഷ നടന്ന സമയത്ത് ഒരു വീട് ആ ഒരു സമയത്ത് സന്ദർശിച്ച ഒരു ഇടവക മെമ്പർ എന്നോട് ഒരു കാര്യം പറഞ്ഞാൽ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആനുവൽ എക്സാമിനേഷൻ സൺഡേ സ്കൂളിന്റെ ഓൺലൈൻ വഴി, ഔട്ട്സൈഡ് കേരളയുടെ ഒരു സംഭവമാണ്, കേരളത്തിലെ അല്ല കേരളത്തിന് പുറത്ത് നടന്നത്. ഞാൻ ആ വീട് സന്ദർശിച്ചപ്പോൾ ഈ മധ്യ വകുപ്പിൽ പഠിക്കുന്ന കുട്ടിയോട് ചേർന്ന് അമ്മ തൊട്ടടുത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ സൂമിൽ കൂടെയാണ് എക്സാമിനേഷൻ, റിട്ടേൺ എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പോൾ സൂമിൽ ഈ കുഞ്ഞുങ്ങളെല്ലാം, ഒരു 5 പേരുണ്ട് ആ ക്ലാസ്സിൽ, ഈ 5 പേരെയും അധ്യാപകന് കാണാം. എന്നിട്ട് കുഞ്ഞുങ്ങൾ എഴുതുകയാണ്. അപ്പോൾ ഈ അധ്യാപകന്റെ സൂപ്പർവിഷനിൽ കൂടിയാണ് ഓൺലൈൻ മീഡിയത്തിലൂടെ എക്സാമിനേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ ഈ സാറ് ചോദിച്ചു, മാഡം എന്തോത്തിനാ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ കൂടിയിരിക്കുന്നേ? അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു, എൻ്റെ മകന് ചില കാര്യങ്ങൾ അറിയാതെ വരുമ്പോൾ കോപ്പി ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ അവനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അറിയത്തില്ലെങ്കിൽ പഠിച്ചിട്ടില്ലെങ്കിൽ എഴുതണ്ട, പഠിച്ചത് മാത്രം നീ എഴുതിയാൽ മതി, നിനക്ക് കിട്ടുന്ന മാർക്ക് മതി. യു ഓൾവേസ് ഹാവ് എ സെക്കൻഡ് ചാൻസ് ടു ഇംപ്രൂവ് യുവർ, യു ക്യാൻ സ്റ്റിൽ ഡു ബെറ്റർ. എന്നിട്ട് ഈ സാർ എന്നോട് പറഞ്ഞു, അച്ഛാ, നമ്മുടെ സൺഡേ സ്കൂളിൽ എത്ര അമ്മമാര് ഇപ്രകാരം നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയും? ഞാൻ പറഞ്ഞു, സാറേ എനിക്കറിയത്തില്ല. വി ട്രസ്റ്റ് ദാറ്റ് our parents and our teachers will faithfully help our children to faithfully and sincerely take up the examinations എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഈ അമ്മ, അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ സെക്യുലർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടെ സെക്യുലർ സ്കൂളുകളുടെ എക്സാമിനേഷൻ നടക്കുമ്പോഴും ഈ അമ്മ ഫുൾ ടൈം ഈ മകന്റെ കൂടെ ഇരിപ്പുണ്ട്. പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയല്ല, എന്നാൽ ഈ മകൻ കോപ്പി അടിക്കാതിരിക്കാൻ വേണ്ടി. കാരണം അങ്ങനെ കോപ്പി അടിച്ച് അവൻ മുമ്പോട്ട് പോകണ്ട. അവന് നല്ലൊരു ക്യാരക്ടർ ഫോർമേഷൻ ഉണ്ടാകണമെങ്കിൽ I have to take care of him right now. When he goes wrong, I have to nip him in the bud right now എന്ന് മനസ്സിലാക്കും. അപ്പൊ ഞാൻ പറയും, അങ്ങനെയുള്ള അമ്മമാർ, അങ്ങനെയുള്ള അധ്യാപകർ നമുക്ക് ഈ നാളുകളിൽ വേണം. വളരെ ഫേം ആയിട്ട് യു സ്റ്റഡി ആൻഡ് യു ഗെറ്റ് മാർക്സ്. ഡോണ്ട് go in for any kind of unwanted methods എന്ന് പറയുന്ന ടീച്ചേഴ്സ് നമുക്ക് ഉണ്ടാകണം, പേരൻസ് ഉണ്ടാകണം. അടുത്തത് ഒരു ന്യൂക്ലിയർ ഫാമിലീസ് ആണല്ലോ നാം ഇപ്പോൾ ഈ ലോകത്തിൽ കൂടുതലും കാണുന്നത്. അപ്പോൾ ഒരു സപ്പോർട്ട് സിസ്റ്റംസ് ഒന്നും കൂടുതലായിട്ടില്ലാതെ കുഞ്ഞുങ്ങളെയൊക്കെയും തന്നെ വളർത്തിക്കൊണ്ട് വരുന്നതായ കുറേ പേരൻസ് ആണ് നമ്മുടെ മധ്യത്തിലൊക്കെ ഉള്ളത്. സൺഡേ സ്കൂൾ അധ്യാപകരും പലപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു കാലഘട്ടത്തിൽ ഗ്രാൻഡ് പേരൻസും കുഞ്ഞുങ്ങളും ഒക്കെ ഒരുമിച്ചായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സിറ്റി ഒരു കൾച്ചറിലേക്കൊക്കെയും പലരും മാറിക്കഴിഞ്ഞപ്പോഴത്തേന് ഗ്രാൻഡ് പേരൻസ് ആർ സംവെയർ എൽസ്, ദ പേരൻസ് ആർ ടേക്കിംഗ് കെയർ ഓഫ് ദ ചൈൽഡ്, ദർ ഇസ് നോ പ്രോപ്പർ സപ്പോർട്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ഒരു പേരന്റിങ് ചാലഞ്ചസ് ആണ്. ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ, അല്ലെങ്കിൽ ഈ ഒരു ഇന്റർനെറ്റിൽ കൂടെ ഉണ്ടാകുന്നതായ ഈ ഒരു കാലഘട്ടത്തിന്റെ ചാലഞ്ചസ്. ദർ ഇസ് എ മോറൽ എത്തിക്കൽ ഡിവാലുവേഷൻ, മെറ്റീരിയലിസ്റ്റിക് വേൾഡ്, കോമ്പറ്റേറ്റീവ് വേൾഡ്, ന്യൂക്ലിയർ ഫാമിലി. ഇതാണ് നമ്മുടെ ചില ചാലഞ്ചസ്. ഇനി നമ്മൾ ചില പേരന്റിങ് സ്റ്റൈൽസ്, നമുക്ക് എല്ലാവർക്കും ഈ ഒരു 4 സ്റ്റൈലുകളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പ്രസന്റ് ചെയ്തത്. ഈ 4 സ്റ്റൈലിൽ ഏതെങ്കിലും ഒരു സ്റ്റൈലായിരിക്കും നമ്മുടെ പേരന്റിങ് സ്റ്റൈല്. ഒന്ന് അതോറിറ്റേറ്റീവ്. അപ്പോൾ ഈ അതോറിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ പേരൻസ് വളരെ ഫേം ആയിട്ടാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, നല്ല ഡിസിപ്ലിനോട് കൂടിയാണ് വളർത്തുന്നത്. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഫ്രീഡം പോലും പേരൻസ് കൊടുത്തിട്ടുണ്ട്. പേരൻസ് അതോറിറ്റി ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾ തീർച്ചയായും അവരെ അനുസരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങളോട് ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒന്ന് ശാസിച്ചാൽ പോലും, മോനെ ഇതിനു വേണ്ടിയാണ് അല്ലെങ്കിൽ ഈ കാരണത്താലാണ് നിന്നെ ഞാൻ ഇപ്പോൾ ശാസിച്ചിരിക്കുന്നത് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഒരു ഡെമോക്രാറ്റിക് ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് രീതിയിലാണ് കാര്യങ്ങൾ ഭവനത്തിൽ പോകുന്നത്. വളരെ കരുതലോടുകൂടെയും പ്രാർത്ഥനയോടുകൂടെയുമാണ് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പേരൻസ് വളർത്തിക്കൊണ്ട് വരുന്നത്. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് എല്ലാത്തിലും ഒരു പാർട്ടിസിപ്പേഷൻ, നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ വളർത്തി. അപ്പം ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് വലിയ എക്സ്പെക്ടേഷൻസ് അവർക്കുണ്ട്.
ക്ലിയർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് സെറ്റ് ചെയ്തത്. തെറ്റുമ്പോൾ തെറ്റാണെന്ന് പറയുന്നതിനുള്ള അല്ലെങ്കിൽ ധൈര്യം പേരൻസിനുണ്ട്. അവരെ കറക്റ്റ് ചെയ്യാനുള്ള സ്നേഹത്തോടുകൂടെയും കരുതലോടുകൂടെയും അവരെ ശിക്ഷിക്കുകയും കറക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള മെത്തേഡ്സ് അവർ അവലംബിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പേരൻസ് ഉള്ളപ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പേരന്റിങ് സ്റ്റൈലിൽ കൂടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ കോൺഫിഡൻ്റ് ആയ, വളരെ ഇൻഡിപെൻഡൻ്റ് ആയ, നല്ല സെൽഫ് എസ്റ്റീം ആയ ഉള്ള നല്ല സോഷ്യൽ സ്കിൽസ് ഉള്ള കുഞ്ഞുങ്ങളായിട്ടാണ് കുഞ്ഞുങ്ങളൊക്കെയും വളർന്നു വരുന്നത്. രണ്ടാമത്തെ ഒരു പേരന്റിങ് സ്റ്റൈലാണ് അതിന് തൊട്ട് താഴെ കിടക്കുന്ന അതോറിറ്റേറിയൻ. ഈ അതോറിറ്റേറിയൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വളരെ മിലിറ്ററി റൂൾ ആണ്. ആ വീട്ടിൽ അങ്ങനെയുള്ള വീടുകളിൽ കയറുമ്പോഴേ നമുക്കറിയാം കുഞ്ഞുങ്ങൾ ഭയന്നാണ് ആ വീട്ടിൽ ജീവിക്കുന്നത്. കാരണം ബിക്കോസ് ഐ സേ യു ഹാവ് ടു ഒബേ. ദർ ഇസ് നോ ഡിസ്കഷൻ, ദർ ഇസ് നോ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. Communication is only one way, the parent to the child. The child cannot say anything back. അപ്പം റൂൾസ് എല്ലാം പറഞ്ഞു കൊടുക്കും, അതിന് റാഷണൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല. ഇങ്ങനെയുള്ള ഭവനങ്ങളിൽ, ഇങ്ങനെയുള്ള പേരന്റിങ് സ്റ്റൈലിൽ പണിഷ്മെന്റ് ആണ് എപ്പോഴും ഒന്ന് കുഞ്ഞുങ്ങളെ പണിഷ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം, അല്ലെങ്കിൽ എപ്പോഴും പണിഷ്മെന്റ് ആണ് അവിടെ നാം കാണുന്നത്. ഇങ്ങനെയുള്ള ഭവനങ്ങളിലെ കുഞ്ഞുങ്ങൾ വരുമ്പോൾ they are less independent, and അവർക്ക് ഒരു ഫ്രീഡം അവിടെ കൊടുത്തിട്ടില്ല ടു തിങ്ക് ഓൺ ദിയർ ഓൺ. അത്തരത്തിലുള്ള ഒരു കുഞ്ഞുങ്ങൾ ലോ സെൽഫ് എസ്റ്റീമായി, സോഷ്യൽ സ്കിൽസ് പോലും വളരെ പുവർ ആയിട്ടുള്ള കുഞ്ഞുങ്ങളായിട്ടാണ് അവർ വളർന്നു വരുന്നത്. മൂന്നാമത്തെ ഒരു പേരന്റിങ് സ്റ്റൈലാണ് പെർമിസീവ്. പെർമിസീവ് എന്ന് പറയുമ്പോൾ പെർമിഷൻ, പെർമിസീവ്, ആ വാക്കിന്റെ അർത്ഥം ലോട്ട് ഓഫ് ഫ്രീഡം, ടു മച്ച് ഓഫ് ഫ്രീഡം. ഒരു അതോറിറ്റേറ്റീവ് പേരന്റിങ്ങിൽ there is freedom, but there is a limit. ഈ അതോറിറ്റേറിയൻ എന്ന് പറയുമ്പോൾ there is no freedom. It's not a democratic setup. ഒരു മിലിറ്ററി റൂൾ പോലെയാണ്. Everything, it's very difficult. Permissive എന്ന് പറയുമ്പോൾ it is whatever you want, you can do. Whatever you like, you go ahead. അപ്പോൾ സെറ്റ് ആയിട്ടുള്ള നിയമങ്ങളൊന്നുമില്ല. Children, the expectations of the parents are very low. വളരെ ലീനിയൻ്റ് ആയിട്ടുള്ള പേരൻസ് ആണ്. വേണ്ട വിധത്തിലുള്ള ഗൈഡൻസ് ഒന്നും കൊടുക്കാറില്ല. സബ് ചൽത്താ ഹെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. they are given that much of freedom. പേരൻസ് നല്ല സ്നേഹമുള്ളവരാണ്, വോമാണ്, they nurture well. എന്നാൽ there is no expectation. അതിന്റെ എഫക്ട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ in future, സൈക്കോളജിസ്റ്റ് ഒക്കെ പറയുന്നത് they will have problematic relationships. They tend to have poor social skills. വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള, അഹംഭാവമുള്ള കുഞ്ഞുങ്ങളായിട്ട് ഇവർ മാറുകയാണ്. വളരെ എടുത്തുചാട്ടക്കാരാണ്, ഇമ്പൾസീവ് ആയിട്ടുള്ള ബിഹേവിയർ. അപ്പോൾ ഈ ഒരു സെൽഫ് കൺട്രോൾ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കാതെ പോവുകയും വളരെ ഇമോഷണലായി ഈ രീതിയിൽ വളർത്തപ്പെടുന്ന കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നു എന്നാണ് പറയുന്നത്. നാലാമത്തെ ഒരു പേരന്റിങ് സ്റ്റൈലാണ് അൺഇൻവോൾവ്, ഇല്ലെങ്കിൽ നെഗ്ലക്ട്ഫുൾ പേരന്റിങ്. അപ്പോൾ ഇവിടെ പേരൻസ് ആർ നോട്ട് ബോതർഡ് അബൌട്ട് ദിയർ ചിൽഡ്രൻ, നോ എക്സ്പെക്ടേഷൻസ്, റൂൾസ് ഒന്നും വലുതായിട്ടില്ല. പേരൻസ് ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒട്ടും തന്നെ ഇൻവോൾവ്മെന്റ് ഇല്ല. വളരെ പാസീവായിട്ടുള്ള പേരന്റിങ് ആണ്. കുഞ്ഞുങ്ങളുടെ ഒരു കാര്യത്തിലും ഒരു താല്പര്യവും കാണിക്കാതെ, ഒരു ഇൻട്രസ്റ്റും കാണിക്കാതെ എങ്ങനെയെങ്കിലും പൊക്കോട്ട് എന്നുള്ള രീതിയിലാണ് വളർത്തിക്കൊണ്ട് വരുന്നത്. കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ലിമിറ്റഡ് ആണ്. എക്സ്പെക്ടേഷൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത്തരത്തിലാണ് ഈ ഒരു അൺഇൻവോൾവ് ആയിട്ടുള്ള പേരന്റിങ്. ഇത്തരത്തിലുള്ള ഈ ഒരു ഇങ്ങനെയുള്ള പേരന്റിങ് സ്റ്റൈലിൽ വളർത്തപ്പെട്ട കുഞ്ഞുങ്ങൾ they grow up on their own and they are not at all social. They have a tendency to drift away and they may also develop suicidal tendencies. ഈ 4 സ്റ്റൈലിൽ ഇതിനകത്ത് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞരൊക്കെയും പറയുന്നത് അതോറിറ്റേറ്റീവ് പേരന്റിങ് ആണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യമുള്ള ഫ്രീഡം കൊടുക്കുന്നുണ്ട്, അവരോട് നിരന്തരം കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്, അവരെക്കുറിച്ച് നല്ല എക്സ്പെക്ടേഷൻസ് ഉണ്ട്, അവരുടെ ഒരു കാര്യങ്ങളിലെല്ലാം ഒരു പേരന്റൽ ഇൻവോൾവ്മെന്റ് ഉണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ പേരൻസിനെ അനുസരിക്കുകയും ചെയ്യും. And then they also grow up to be well-rounded individuals. So these are the 4 parenting styles. Biblical methods of parenting. 3 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ 3 കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ജസ്റ്റിഫൈങ്.
ഞാൻ പറഞ്ഞല്ലോ, പേരന്റിങ് എന്ന് പറയുന്നത് ദൈവം നൽകിയതായ വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ, പഴയ നിയമത്തിൽ നാം കാണുന്നത്, ഇസ്രായേൽ ജനതയോട് ദൈവം പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ യഹോവയായ ദൈവത്തെ കുറിച്ച് പഠിപ്പിക്കണം. ദൈവം നിങ്ങളുടെ പിതാക്കന്മാരെയും നിങ്ങളെ മരുഭൂമിയിൽ കൂടെ എങ്ങനെയാണ് നടത്തിയത്, അതൊക്കെ നിങ്ങളുടെ തലമുറകളോട് പറഞ്ഞു കൊടുക്കണം. നിരന്തരം പറയണം, എപ്പോഴും പറയണം. അപ്പോൾ അങ്ങനെ പറയുമ്പോഴാണ് ഈ ദൈവത്തെക്കുറിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നത്. പെസഹ പെരുന്നാൾ ആചരിക്കുമ്പോൾ നിങ്ങളുടെ മകൻ നിങ്ങളോട് ചോദിക്കും, അപ്പ എന്തുകൊണ്ടാണ് നാം ഇത് ആചരിക്കുന്നത്? അപ്പോൾ നിങ്ങൾ പഴയ ചരിത്രമൊക്കെയും പറഞ്ഞു കൊടുക്കണം. കഴിഞ്ഞ നാളുകളിൽ ദൈവം എങ്ങനെയാണ് അത്ഭുതകരമായി ഈ ജനതയെ നയിച്ചത്, അടിമത്തത്തിൽ നിന്ന് എങ്ങനെ ദൈവം വിടുവിച്ചു, ദൈവം എങ്ങനെ കടാക്ഷിച്ചു, ദൈവം എങ്ങനെ സംരക്ഷിച്ചു. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു പാഠങ്ങളൊക്കെയും ദൈവത്തെക്കുറിച്ച് നിങ്ങൾ സാക്ഷീകരിക്കണം. അപ്പോൾ ടെസ്റ്റിഫൈങ് is witnessing to what God has done in your life. രണ്ടാമതായിട്ട് ടീച്ചിങ്. ദൈവത്തെക്കുറിച്ചാണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ ഇന്ന് സൺഡേ സ്കൂൾ അധ്യാപകരുടെ ജോലി മാത്രമല്ല കുഞ്ഞുങ്ങളെ വേദപുസ്തകം പഠിപ്പിക്കേണ്ടത്. ദ പ്രൈമറി ഫെയ്ത്ത് ഫോർമേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പേരൻസ് ആണ്, ഗ്രാൻഡ് പേരൻസ് ആണ്. വലിയ ദൗത്യമാണ്, വലിയൊരു ടാസ്ക്കാണ് ദൈവം നമ്മെ റെസ്പോൺസിബിലിറ്റിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ഭവനത്തിൽ വേദപുസ്തകം വായിപ്പിക്കുകയും അവർക്ക് ഈ ആരാധനയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഭവനത്തിൽ തന്നെ അവർക്ക് ഒരു ആരാധനയുടെ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്ത് ഈ ദൈവത്തെക്കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായ ഒരു അനുഭവം ഭവനങ്ങളിൽ ഉണ്ടാകണം. മൂന്നാമത്തേത് ഡിസിപ്ലിനിങ്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, ബുദ്ധനായാലും അവൻ മാറിപ്പോവുകയില്ല. അപ്പം പേരൻസിന്റെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഡിസിപ്ലിനിങ് ദ ചൈൽഡ്. അതിന്റെ അർത്ഥം ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, ചെറുപ്രായത്തിൽ തന്നെ അവനെ അഭ്യസിപ്പിക്കുക. അപ്പോൾ എങ്ങനെയാണ് ആരാധനയിൽ സംബന്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് നാം കരുതേണ്ടത്, എങ്ങനെയാണ് മറ്റുള്ളവരോട് നാം പെരുമാറേണ്ടത്, എങ്ങനെയാണ് മറ്റുള്ളവരെ കരുതേണ്ടത്, ഇതെല്ലാം തന്നെ അവരുടെ ജീവിതത്തിന്റെ ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് തന്നെ പഠിപ്പിക്കണം. അപ്പൊ പേരൻസ് ആണ് ഏറ്റവും ഉദാത്തമായ റോൾ മോഡൽസ്. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ യൂത്ത് ചാപ്ലൈനായിട്ട് ശുശ്രൂഷ ചെയ്യുവാനുള്ള വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചു. എനിക്ക് അമേരിക്കയിലെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വലിയൊരു സന്തോഷം. ദേ ആർ വെരി സിൻസിയർ. വളരെ സിൻസിയർ ആണ് അവര്, വളരെ ജെനുവിൻ ആണ്. അവർക്ക് ഈ സ്റ്റാബിങ് ബിഹൈൻഡ് യുവർ ബാക്ക് എന്നുള്ള പരിപാടി അവർക്കില്ല. ദേ ലൈക്ക് യു, ദേ ലൈക്ക് യു. ദേ ഡോണ്ട് ലൈക്ക് യു, ദേ വിൽ നോട്ട് കം ക്ലോസർ ടു യു, ബട്ട് ദേ വിൽ നോട്ട് ഹേർട്ട് യു ഇൻ എനി വേ. എന്നാൽ ഈ എൻ്റെ ആ ഒരു യൂത്ത് മിനിസ്ട്രിയിൽ ചില യങ്സ്റ്റേഴ്സിനോടൊക്കെ സംസാരിച്ചപ്പോൾ അവരുടേതായുള്ള ചില ഫ്രസ്ട്രേഷൻസ് എന്നോട് പറയുകയുണ്ടായി. ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, അച്ഛൻ, മൈ പേരൻസ് ആർ ഹിപ്പോക്രിറ്റ്സ്. അപ്പൊ ഞാൻ ചോദിച്ചു, വൈ ഡു യു സേ സോ? എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ, ദേ ആർ ഓൾ വെരി റിലീജിയസ് വെൻ ദേ കം ടു ചർച്ച്. പള്ളിയിൽ വരുമ്പോൾ വളരെ റിലീജിയസ് ആണ്, ആരാധനയിൽ സംബന്ധിക്കുന്നു, പ്രതിവാക്യമൊക്കെയും നന്നായി പറയുന്നു, നല്ലൊരു ഫെലോഷിപ്പ് കൂടിയിട്ടാണ് ഭവനത്തിൽ മടങ്ങി വരുന്നത്. But Achin, the problem is the moment they step into the car to get back home, then starts the real issue. ഞാൻ ചോദിച്ചു, what is that? അപ്പോൾ പറഞ്ഞു, അച്ഛാ, അന്നത്തെ സർമണെ കുറിച്ചുള്ള ക്രിറ്റിസിസം, അച്ഛനെ കുറിച്ചുള്ള ക്രിറ്റിസിസം, ബസ്കിയാമയുടെ സാരിയെ കുറിച്ചുള്ള ക്രിറ്റിസിസം, സെക്രട്ടറി അനൗൺസ്മെന്റ് വായിച്ചപ്പോൾ തെറ്റി അതിനെക്കുറിച്ചുള്ള ക്രിറ്റിസിസം, ചുരുക്കം പറഞ്ഞാൽ കുറ്റം പറഞ്ഞ് വീടെത്തുമ്പോഴത്തേന് കുറ്റമേ ഉള്ള എല്ലാവരുടെയും കേൾക്കുവാൻ ഇടയാകുന്നത്. അപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞത്, മൈ പേരൻസ് ആർ വെരി ഗുഡ് ഇൻ ചർച്ച്, ബട്ട് when they come into they get into their car, they are hypocrites. This is what they are. അപ്പോൾ എനിക്കിത് ഭയങ്കര ഒരു പ്രയാസമായിട്ട് തോന്നി. അപ്പൊ ഞാൻ മനസ്സിലാക്കി, they are so genuine and so sincere. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല ഭവനങ്ങളിലും ഇന്ന് നടക്കുന്നത്, we always criticize the authorities, we criticize the actions. I say we are all humans, we may go wrong, we are sure to go wrong. Don't criticize in front of the children. അപ്പോൾ ഇപ്പോൾ മറ്റ് ഇടവക മെമ്പേഴ്സിനെ കുറിച്ചുള്ള ക്രിറ്റിസിസംസ്, ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ളവരെ എങ്ങനെ റെസ്പെക്ട് ചെയ്യും? ചില നാളുകൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, അച്ഛൻ,
My father criticizes everyone in church. And I have come to a point where I don't feel like going to the church where my father goes and worships. കാരണം ഇതാണ്, പപ്പായിക്ക് ക്രിറ്റിസിസം മാത്രമേ ഉള്ളൂ എല്ലാവരെയും കുറിച്ച് പറയാൻ. അങ്ങനത്തെ ഒരു ആരാധനാലയത്തിൽ പോയി ആരാധിക്കുവാൻ എൻ്റെ മനസ്സിപ്പോൾ എന്നെ അനുവദിക്കുന്നില്ല. ഇതൊരു കോവിഡ് കാലഘട്ടം. നമ്മുടെ ഭവനങ്ങളിൽ വെച്ചാണ് ഇപ്പോൾ ആരാധനകളൊക്കെയും നടക്കുന്നത്. ഞാൻ പറയും, ഞാൻ ഈ നാളുകളിലൊക്കെയും പലയിടങ്ങളിൽ ഓൺലൈൻ വർഷിപ്പിൽ കൂടെ കേരളത്തിന് പുറത്തൊക്കെയും സംബന്ധിച്ചു. ചില നമ്മുടെ ആരാധനകളിൽ സംബന്ധിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നാറുണ്ട്. കാരണം എന്താണെന്നറിയാം, എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ചെയ്തിരുന്ന് ഒരു ദേവാലയത്തിൽ ഇരിക്കുന്നതായ അതേ സീരിയസ്നെസ്സിനോട് കൂടിയാണ് ആരാധനയിലും സംബന്ധിക്കുന്നത്. മറ്റു ചില വേർഷിപ്സിലൊക്കെയും സംബന്ധിച്ചപ്പോൾ എനിക്ക് തന്നെ ദുഃഖം തോന്നി. വസ്ത്രം ശരിയായിട്ട് ധരിക്കാതെയും വളരെ കാഷ്വൽ ആയിട്ട് ഇരുന്നും കടന്നും പിള്ളേർ ഒരു സൈഡിൽ കൂടെ ഓടിച്ചാടി നടക്കുന്നു, ഭാര്യ അടുക്കളയിൽ കുക്കിംഗ് ചെയ്യുന്നു. ഇങ്ങനെ ആരാധന മധ്യയാണ് ഓർത്തത്. 1-1.5 മണിക്കൂറിൻ്റെ ഒരു ആരാധനയുള്ളത്. എന്നാൽ അവിടെ പോലും ആ ഒരു സമയം പോലും ഒരുമിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെയെങ്കിലും സംബന്ധിക്കുവാൻ കഴിയാതെ പോകുന്നവരെ കാണുമ്പോൾ തീർച്ചയായും ദുഃഖമായി തോന്നും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഇത് ഈ കുഞ്ഞുങ്ങൾ ഇത് പഠിച്ചെടുക്കുന്നത്? ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ എന്തൊക്കെയാണ് കരുതേണ്ടത്? ഹൗ ഡു വി നീഡ് ടു പ്രിപ്പയർ ourselves? ഡെഫിനറ്റ്ലി ഫ്രം ദ പേരൻസിൽ കൂടിയാണ്. അപ്പോൾ അങ്ങനെ നല്ല റോൾ മോഡൽസ് ആയി തീരുവാൻ നമുക്ക് സാധിക്കണം. ജിം ബേൺസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ഒരു ആർട്ടിക്കിൾ, മനോഹരമായ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്, ഹൗ ടു പാസ് യുവർ ഫെയ്ത്ത് ടു യുവർ കിഡ്സ്. ഒന്ന്, അദ്ദേഹം പറയുന്നു, ബി യുവർ സെൽഫ്, ലെറ്റ് യുവർ കിഡ്സ് ഫീൽ ദാറ്റ് യു ആർ ജെനുവിൻ, യു ആർ യുവർ സെൽഫ്. രണ്ടാമത്തേത്, ഡോണ്ട് ലിമിറ്റ് യുവർ കോൺവെർസേഷൻസ് ഓൺ സ്പിരിച്വൽ മാറ്റേഴ്സ് ടു സൺഡേ മോർണിംഗ്. ഇറ്റ് മീൻസ് എവറി ഡേ ലെറ്റ് ദ ചിൽഡ്രൻ ഹാവ് എ സ്പിരിച്വൽ ടോക്ക്, എ സ്പിരിച്വൽ കോൺവെർസേഷൻ. ഈ ഗോഡ് ടോക്ക് എന്ന് പറയുന്നത് എല്ലാ ദിവസവും വീട്ടിലുണ്ടാകണം. വേൾഡ് ടോക്ക് ധാരാളം വീടുകളിൽ നടക്കുന്നു. From world talk we need to move to God talk, God conversations. മൂന്നാമത്തേത്, let your kids catch you in the act of doing something spiritual. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ, കരുതുമ്പോൾ, നിങ്ങൾ നന്നായി ദാനം കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കട്ടെ, എൻ്റെ അപ്പനും എൻ്റെ അമ്മയും മറ്റുള്ളവരോട് കരുതലുള്ളവരാണ്. That is part of their spiritual exercise. നാലാമത്തേത്, look for natural opportunities to raise spiritual issues. അഞ്ചാമത്തേത്, take the posture of a fellow learner as opposed to that of a teacher and student. Means we are all parents, teachers, students. We are all learning. We are all learning in the process. ആറാമത്തേത്, utilize media to launch discussions about God and the Christian life. മീഡിയ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്? ഇന്ന് വാട്സാപ്പിൽ കൂടെ എന്തൊക്കെയാണ് ഓരോരുത്തരൊക്കെ എഴുതി വിടുന്നത്, കിട്ടിയതും കിട്ടാത്തതും അറിഞ്ഞതും അറിയാത്തതും എല്ലാം അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. This is a time when we need to utilize the media to talk about God and the beauty of the Christian life. ഏഴാമത്തേത്, വെരി ഇമ്പോർട്ടൻറ്റ്, ഹാവ് എ പ്ലാൻ ഫോർ ഫാമിലി ഡിവോഷൻ ആൻഡ് പ്രേയർ ടൈംസ്. ഒരുമിച്ചിരുന്ന് പേരൻസും കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കണം. അല്ലാതെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾ ഭവനത്തിൽ നിന്നാണ് വേദപുസ്തകം എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് അവർ അറിയേണ്ടത്. ഫാമിലി പ്രയർ, ഒരുമിച്ചുള്ള ഭക്ഷണം, ഒരുമിച്ചുള്ള കൂട്ടായ്മ, ഒരുമിച്ചുള്ള ഡിവോഷൻ, ഒരുമിച്ചുള്ള പ്രാർത്ഥന. എട്ടാമത്തേത്, ഹാവ് ഫൺ വിത്ത് യുവർ കിഡ്സ്. ഞാൻ പറയും, പ്ലേ വിത്ത് യുവർ ചിൽഡ്രൻ. എത്ര പ്രായം ആയാലും കുഞ്ഞുങ്ങളോട് ചേർന്ന് കളിക്കണം. അതൊരു എക്സസൈസ് ആണ്, ഒരു മെന്റൽ, ഒരു സ്പിരിച്വൽ, ഒരു ഫിസിക്കൽ എക്സസൈസ് തന്നെയാണ്. ഒമ്പതാമത്തെ, ഗെറ്റ് ഇൻവോൾവ് ഇൻ ചർച്ച് ടുഗെദർ ആസ് എ ഫാമിലി. യേ ബച്ചാ ഹേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതല്ല, എന്നാൽ കുഞ്ഞുങ്ങളെ കൂടെ പള്ളിയിൽ കൊണ്ടുവന്ന് പള്ളിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസിലും സംബന്ധിപ്പിക്കണം. ലെറ്റ് ദം ഗ്രോ ഇൻ ദ ചർച്ച്. നമ്മുടെ സൺഡേ സ്കൂൾ സമാജത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ബർണബാസ് തിരുമേനി കൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്. കൊച്ചമ്മമാരോട്, അമ്മമാരോട് പറയും, നിങ്ങൾക്ക് കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ, മാമോദിസ കഴിയുമ്പോൾ തൊട്ട് എല്ലാ ഞായറാഴ്ചയും പള്ളി കൊണ്ടുവരിക. ഇവിടെ ഇങ്ങോട്ടങ്ങ് വിട്ടാൽ മതി, അവരെ അങ്ങോട്ട് ഇടയ്ക്ക് കടത്തിക്കോണം, അവരവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയോടും ഒരു കുഴപ്പമില്ല. Let them grow in church, knowing that they are loved and they are wanted. പത്താമത്തേത്, disciple and equip your kids. ഈ disciplining.
ഡിസൈപ്പിൾഷിപ്പിലേക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നാം കാരണം അവരും ദൈവരാജ്യ പ്രഘോഷകരായി തീരണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയും ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കുകാരായി തീരണം. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു താല്പര്യമുണ്ട്. അതെന്തെന്ന് മനസ്സിലാക്കി അവരെ വളർത്തുവാൻ സാധിക്കണം. ഒടുവിലായിട്ട് ഇത് ഏറ്റവും അവസാനമായി ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. പേരന്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ എത്ര മിടുക്കരായാലും എത്ര ഡിഗ്രി ഹോൾഡേഴ്സ് ആയാലും we may fail. We may have all the resources. എന്നാൽ you have to depend upon the grace of God. ദൈവകൃപയില്ലാതെ നമുക്ക് ഈ പേരന്റിംഗ് സാധ്യമല്ല. We are all learning. We are not perfect parents. Our parents were not perfect parents. They also created blunders and mistakes. But through all that they learned. And God used all their blunders. God worked through their mistakes to bring up their children. രണ്ടാമതായിട്ട് അപ്പം ദൈവത്തിന്റെ കൃപയില്ലാതെ നമുക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. We need to depend excessively upon God to bring up, to raise our children. നല്ലൊരു ക്രിസ്തീയ അന്തരീക്ഷം നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകണം. നമ്മുടെ സംസാരം, നമ്മുടെ ഇടപെടൽ, നമ്മുടെ ഒരു ജെനുവിൻനെസ്, സിൻസിയറിറ്റി ഒക്കെയും നമ്മുടെ കുഞ്ഞുങ്ങൾ കാണണം. നമ്മിൽ കൂടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതൊക്കെയും പഠിച്ചെടുക്കേണ്ടത്. മൂന്നാമതായിട്ട് എൻകറേജ് ചിൽഡ്രൻ ടു ഡു തിങ്സ് വെൻ ദേ ക്യാൻ. ഞാൻ പറയും ഭവനങ്ങളിലൊക്കെയും കുഞ്ഞുങ്ങളെ എല്ലാത്തിലും ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുന്നതിൽ, പാത്രം കഴുകുന്നതിൽ, കുക്കിങ്ങില്, ക്ലീനിങ്ങിന്, വാഷിംഗ്, എല്ലാത്തിലും കുഞ്ഞുങ്ങൾക്കൊരു ഇൻവോൾവ്മെന്റ് ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായും മടിയന്മാരായിട്ടല്ല, നല്ല ഉത്സാഹത്തോടുകൂടെ ജോലി ചെയ്യുന്നവരായി they will work with their hands and they will also enjoy the work, the menial work that they do. So make them responsible by participating in daily chores, Christian activities. മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും നല്ലതേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാവുള്ളൂ. അതോറിറ്റിയെ റെസ്പെക്ട് ചെയ്യുവാൻ, ബഹുമാനിക്കുവാൻ, സീനിയേഴ്സിനെ ബഹുമാനിക്കുവാൻ, എൽഡേഴ്സിനെ ബഹുമാനിക്കുവാൻ പഠിപ്പിക്കണം. പേരന്റിങ്ങിന്റെ ഒരു വലിയ സംഗതി അത് തന്നെയാണ്, be respectful of authority. The best way to discipline our children is to be an example for them. See, through your discipline life, through your prayer life, through your social life, through your community life, through your example, let the children learn. ഞാൻ പിന്നെ ഒരു കാര്യം കൂടെ, പേരൻസ് ആർ എ ടീം. ഒരു ടീം മിനിസ്ട്രിയാണ് പേരന്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പനും അമ്മയും ഒരേപോലെ ചിന്തിച്ചാലേ പറ്റത്തുള്ളൂ. ചില ഭവനങ്ങളിൽ അപ്പനും അമ്മയും ഒരു ടീമായിട്ടാണ്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ മകനെ അപ്പൻ വഴക്ക് പറഞ്ഞാൽ മകൻ ചെന്ന് അമ്മയോട് പറയും. അപ്പൊ അമ്മ പറയും, മോനെ നിന്റെ പപ്പ ഇതുകൊണ്ടാണ് നിന്നെ വഴക്ക് പറഞ്ഞത്, സോ ഡോണ്ട് ബി വറീഡ്. മറ്റു ചില ഭവനങ്ങളിൽ അമ്മ വഴക്ക് പറഞ്ഞ ഉടനെ അപ്പൻ കയറി അമ്മയെ വഴക്ക് പറയും. അത് ഒരിക്കലും ശരിയല്ല. പേരൻസ് ആർ എ ടീം. When it comes to matters of disciplining, however disagreement you may have, be together for the well-being and for the goodness of your child. ഒടുവിലായിട്ട്, there is nothing like perfect parenting. നമ്മളെല്ലാം imperfect ആയിട്ടുള്ള parents ആണ്. We are learning and we learn through our mistakes and God works through our mistakes. അപ്പോൾ പ്രകാരം ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് അനുഗ്രഹകരമായ വിധത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഷെപ്പേർഡ് ചെയ്യുവാൻ ഈ കോവിഡ് കാലഘട്ടത്തിലും നമുക്ക് സാധിക്കണം. അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള വളരെ അനുഗ്രഹകരമായ, with all our shortcomings, with all our pitfalls and all our blunders, let us place our children into the hands of God and ask God to lead us and our children, that they may bear fruit in the years to come, that they may be in the church, they may be with the church, and they may partake in the ministry of the church in building up the kingdom of God in this world. So God be with you and God bless you. Thank you. Thank you, Acha. Thank you very much for your inspiring talk. We have a question and answer session, but before that, I would like to invite Reverend George Matthew Achin to deliver a message for us. Hello. Acha, kelkam. ജോർജ് ചെറിയാനച്ചനുള്ള നന്ദി ആദ്യം അറിയിക്കട്ടെ. അച്ഛൻ വളരെ നന്നായി തയ്യാറെടുത്ത് ഒരു നല്ല മെസ്സേജ്
പേരൻസിന് നൽകി. അതിൽ എളംകുളം ജെറുസലേം മാർത്തോമ സൺഡേ സ്കൂളിനുള്ള പ്രത്യേക നന്ദി, സ്നേഹം അച്ഛനെ ഈ സമയത്ത് അറിയിക്കാവുന്നു. ഒരു എഫക്റ്റീവ് പാരന്റിങ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ വളരെയധികം വൈഷമ്യമുള്ള ഒരു കാര്യമാണ്. വളരെയധികം വൈഷമ്യമുണ്ട്. കാരണം അതിൻ്റെതായുള്ള ബുദ്ധിമുട്ടുകൾ പേരൻസിന് മനസ്സിലാകുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എസ്പെഷ്യലി ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ അവരുടെ പഠന പ്രക്രിയ മുഴുവനും ഡിസ്ലൊക്കേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു സാഹചര്യം. പേരൻസിന്റെ IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന പേരൻസിന്റെ തൊഴിൽ തന്നെ ഡിസ്ലൊക്കേറ്റഡ് ആയി. അവര് ഓഫീസിൽ പോകാതെ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരു സമയം. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഓൺലൈൻ ക്ലാസ്സുകള്, പരീക്ഷകള്, അതുപോലെ തന്നെ മോഡൽ എക്സാംസ് എന്നെല്ലാം ഉള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യണം. ഇതിന്റെ എല്ലാം മധ്യത്തില് ഈ പേരൻസിനെ സംബന്ധിച്ചോളം വളരെയധികം മാനസിക സംഘർഷങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ അവർ കടന്നു പോകുന്നത്. ഒത്തിരി സ്ട്രെസ്, അതുപോലെ തന്നെ ഒരുപാട് അവരുടെ ജീവിതത്തില് എന്താ പറയുന്നത്, പിരിമുറുക്കങ്ങൾ വളരെ ശക്തമായിട്ട് അവർ അനുഭവിക്കുന്നുണ്ട്. ആ പിരിമുറുക്കങ്ങളുടെ മധ്യത്തിൽ അവർക്ക് നോക്കാൻ സാധിക്കുന്നത് എവിടെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരു ഔട്ടിങ് അനുവദിക്കുമായിരുന്നു. ഇപ്പോൾ അതൊരു ഔട്ടിങ്ങിന് ഇന്നത്തെ സാഹചര്യങ്ങൾ അനുവദനീയമല്ല. ഒരു ബീച്ചിൽ പോയി ഒരു 2 മണിക്കൂർ കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് കളിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ വളരെ ശക്തമായ സോഷ്യൽ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് അതിനൊന്നും പ്രായോഗികമല്ല. സോ ഈ 1500 സ്ക്വയർ ഫീറ്റിനകത്ത് ഇവരുടെ എല്ലാവിധമായ ഈ വിസ്ഫോടനങ്ങളും നടന്നേ മതിയാകുള്ളൂ. അതിന് വേറൊരു ഔട്ട്ലെറ്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെയാണ് ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് എത്രമാത്രം അതിൻ്റെതായ ഒരു ഗൗരവത്തോടെ അവർക്ക് കാണാൻ സാധ്യമായി തീരും. ഈ പ്രവാചകന്മാരുടെ ശബ്ദം പറയുന്ന പോലെ തന്നെ ടേൺ ടു ഗോഡ്. ഈ ഒരു വലിയ പാൻഡമിക്കിന്റെ നടുവില് ടേൺ ടു ഗോഡ്, ദൈവത്തിങ്കിലേക്ക് തിരിയുക. അവരുടെ മുൻപിലുണ്ട ഔട്ട്ലെറ്റുകളെല്ലാം ക്ലോസ്ഡ് ആണ്. ഒരു ഔട്ട്ലെറ്റും ഇപ്പോൾ ഓപ്പൺ അല്ല. ഓഫീസിൽ പോയി കുറെ നേരം ഇരിക്കാമെന്ന് വിചാരിച്ചാൽ ഓഫീസ് ഈസ് നോട്ട് അറ്റ് ഓൾ ഓപ്പൺ. വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ പിന്നെ ഓഫീസിൽ എങ്ങനെയാ പോകുന്നത്? ശരി, കുഞ്ഞുങ്ങളെ രാവിലെ സ്കൂളിലേക്ക് അങ്ങ് വിട്ടു കഴിഞ്ഞാൽ വീടൊന്ന് ശാന്തമാകും, എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ സ്വച്ഛമായിട്ടൊന്ന് അറേഞ്ച് ചെയ്തൊക്കെ ചെയ്യാൻ നേരിച്ചാൽ അവരുടെ പ്രസൻസ് 24 hours വീടിനകത്ത് തന്നെയുണ്ട്, റൂമിനകത്ത് തന്നെയുണ്ട്. സോ അവരെ പുറത്തോട്ട് വിടാനൊക്കത്തില്ല. പിന്നീട് അവരുടെ കൂടെ തന്നെ ചിലപ്പോൾ പ്രായമുള്ളവരും കാണും, അവരുടെ ഇൻലോസ് ചിലപ്പോൾ കാണും, പ്രായമുള്ള ഗ്രാൻഡ് പേരൻസ് കാണും. അവരുടെ എല്ലാം കൊണ്ട് പ്രസൻസ് ഒരു വല്ലാത്ത ഒരു നിലമയില് ഈ ആളുകളെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു പ്രാർത്ഥനയുടെയും ഒരു ധ്യാനത്തിന്റെയും ദൈവ വചനത്തിലൂടെയുള്ള ഒരു അന്വേഷണത്തിന്റെയും ഒക്കെ പ്രസക്തി സംഗതമാകുന്നത്. ഒരു ബിസി ഷെഡ്യൂൾ നമ്മളായിരുന്നപ്പോൾ ഇതൊന്നും ഒരു അവശ്യ ഘടകമായിരുന്നില്ല പലർക്കും. കാരണം അവര് രാവിലെ പോകുന്നു, രാത്രിയിൽ വരുന്നു, വൈകുന്നേരം വരുമ്പോൾ രാത്രിയിലേക്കുള്ള ആഹാര സാധനങ്ങൾക്ക് ചിലപ്പോൾ വാങ്ങിക്കൊണ്ടുവരും, അല്ലെങ്കിൽ കുക്കിയാൾ കൊണ്ടുവരും. ഞാൻ ഓർക്കുന്നുണ്ട്, പലപ്പോഴും ഈ വേണാട് എക്സ്പ്രസിൽ ഞാൻ പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ട്. രസകരമായ കാഴ്ചയാണ് അതിനകത്ത്. വൈകുന്നേരം ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളത്തേക്ക് വരുന്ന വേണാടിൽ നിങ്ങൾ കയറി നോക്കിയാൽ, ട്രിവാൻഡ്രത്ത് നിന്ന് കയറുന്ന വീട്ടമ്മമാർ പച്ചക്കറി വാങ്ങിക്കൊണ്ട് ഈ വേണാടിൽ കയറുകയും അവരൊരു പ്രത്യേക ബോഗി, അതിന്റെ ഭാഗങ്ങളൊക്കെ അവർ ഓക്യുപ്പൈ ചെയ്ത് ഈ വീട്ടമ്മമാർ ഒരുമിച്ചിരുന്നു കൊണ്ട് സംസാരിക്കുകയും അതേ സമയത്ത് വൈകിട്ട് പാചകം ചെയ്യാനുള്ള പച്ചക്കറികളുടെ വിവിധ രൂപത്തിൽ മുറിച്ചു വെക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് വീട്ടിൽ ചെന്ന സമയമില്ല, ഉടനെ അടുക്കളയിലോട്ട് കയറണം, ആഹാരം പാചകം ചെയ്യണം എന്ന് പറയുന്നത് തന്നെ ഒരു കാലത്ത് അങ്ങനെ ആകാമായിരുന്നു. ഇപ്പോൾ അത് നോക്കുകയില്ല. അന്ന് ഈ വേദപുസ്തകം ഒന്നും വേണ്ടായിരുന്നു, ധ്യാനം ഒന്നും വേണ്ടായിരുന്നു. കാരണം 24 മണിക്കൂറും ഓക്യുപ്പൈഡ് ആയി. എന്നാൽ ഇപ്പോൾ ഈ ഓക്യുപ്പൈഡ് ആയി ഉണ്ടാകുന്ന ഒരു റിലീസ് നമുക്കിന്നില്ല. ഓക്യുപ്പൈഡ് ആണ്, പക്ഷെ അത് കുറെ കൂടെ സ്ട്രെസ് കൂട്ടുന്ന ഓക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു അനുഭവമാണ്. ആ സ്ട്രെസ്സിന്റെ മുൻപിലാണ് ഒരു ആന്റി സ്ട്രെസ് പോലെ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവ സ്നേഹത്തിന്റെ ആ മാസ്മരികമായ കരവലയങ്ങളിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. അത് കർത്താവ് ഈ കരങ്ങൾ നീട്ടി നിൽക്കുമ്പോൾ അതിന്റെ ഒരു പർപ്പസ് അതാണ്. അല്ലേ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആ വാക്കുകളുടെ ഒക്കെ പ്രസക്തി എന്റെ ചിന്ത ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ വളരെ സംഗതമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് പേരൻസ് ഈ ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവരുടെ സോഷ്യൽ ലൈഫ് സ്റ്റൈല്, അവരുടെ സ്പിരിച്വൽ ലൈഫ് സ്റ്റൈല്, അവരുടേതായുള്ള അക്കാഡമിക് ലൈഫ്, ഇതെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്യത്തക്കോണം വേണ്ട എല്ലാ
മുൻകരുതൽ എടുക്കുകയും അത് വളരെ സൂക്ഷിക്കുകയും ചെയ്യണം. വിദേശ രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ അൺഎംപ്ലോയ്മെന്റ് വളരെ ശക്തമായി. കഴിഞ്ഞ ദിവസം കണ്ടു ഏകദേശം 1,00,000-ഓളം റെസ്റ്റോറൻറ്റ്സ് അമേരിക്കയിൽ ക്ലോസ് ചെയ്തു. 8 ലക്ഷത്തോളം ചെറുപ്പക്കാർ പുതിയതായി തൊഴിലില്ലായ്മ വേതനത്തിന് അപേക്ഷ കൊടുത്തു. അത് ഒരു രാജ്യത്തിന്റെ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തുള്ള രാജ്യത്തിന്റെ അവസ്ഥയാണ്. 8 ലക്ഷം ആളുകൾ തൊഴിലില്ലായ്മ വേതനത്തിന് പുതിയതായിട്ട് അപേക്ഷിക്കുകയും 1 ലക്ഷത്തോളം റെസ്റ്റോറന്റുകൾ കൂട്ടുമ്പോൾ 1 ലക്ഷത്തോളം ഉടമസ്ഥർ പണമില്ലാതായി തീർന്നു. അവരെ ആശ്രയിച്ച 5-6 പേർക്ക് ജോലി ഇല്ലാതായി തീർന്നു. അപ്പോൾ അത് തന്നെ ഒരു 8 ലക്ഷമായി കൂട്ടിക്കൊള്ളുക. ഞാൻ പറഞ്ഞത് ഒരുപാട് ക്രൈസിസിലേക്ക് ഇനി കുടുംബങ്ങൾ പോവുകയാണ്. അതിന്റെ മധ്യത്തിൽ പേരന്റിങ് ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ക്രിസ്തുവിനോട് ചേർന്ന് ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കുവാനുള്ള എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ക്രിസ്തുവിനെ കൂടാതെ ഇത് സാധിക്കില്ല എന്നുള്ള സത്യം തിരിച്ചറിയാൻ ഇടയാകത്തോണം നമ്മുടെ വെബിനാറുകളൊക്കെ അവരെ അതിനെ മോൾഡ് ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. Thank you, Acha. Thank you so much. Thank you for joining us today in this webinar. Thank you. Now, parents, I would like to request you to express your concerns. Here, if you have any questions, you can ask directly to Achin and express your feelings so that Achin can respond to it and help us in handling and managing those fears and concerns. You can use the chat box also to type your questions if you have. You can type in. This is a very golden opportunity. Really, we are blessed to have you here, Acha. Really, we are really blessed to have you here in this webinar. So, parents, you can make use of this opportunity. You can type your questions, your concerns. If you have any suggestions to improve this webinar, that also you can express or type in the chat box. Teachers can also come forward. If you have any questions, you can ask directly to Achin. Achin is ready to give answers to our questions or concerns. Acha, just to start things on, ഇന്നത്തെ ഒരു വലിയ പ്രോബ്ലം ഏറ്റവും നല്ല ട്യൂഷൻ സെന്റേഴ്സും ഏറ്റവും നല്ല ഇതെല്ലാം ഞായറാഴ്ച. അപ്പം നമ്മുടെ പേരൻസിനൊരു വലിയ പ്രോബ്ലം, സ്റ്റുഡൻസിനും പകുതി പേർക്ക് പ്രോബ്ലം ഈ സൺഡേ സ്കൂൾ ടൈമിലൊക്കെയാണ് അവർക്ക് പറ്റിയ എന്താ നമ്മുടെ ഈ എക്സാമിനേഷൻസ് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനുള്ള ട്രെയിനിങ് കോച്ചിങ് എല്ലാം ആ ടൈമിലാണ്. അപ്പൊ ആ ഒരു കോൺഫ്ലിക്റ്റ് നമ്മൾ സൺഡേ സ്കൂളായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, പേരൻസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള അത് അച്ഛൻ്റെ അഭിപ്രായം എന്താ? ജോൺ സാറേ, താങ്ക് യു ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കോമ്പറ്റേറ്റീവ് ലോകത്തിലാണല്ലോ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ജീവിക്കുന്നത്. പണ്ടൊക്കെ ട്യൂഷൻസിന് പോകുന്നത് മണ്ടന്മാരായിരുന്നു. എന്നാൽ ഇപ്പം ദി ഔട്ട്ലുക്ക് ഇസ് ഡിഫറെൻറ്റ്. മിടുക്കന്മാർക്കാണ് ഇപ്പോൾ ട്യൂഷൻസ് വേണ്ടത്. ഇപ്പം എല്ലാവർക്കും ട്യൂഷൻസ് വേണം. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ സംബന്ധിക്കുന്നത് കൊണ്ട് സൺഡേസ് ആണ് കൂടുതലും കോച്ചിങ് സെൻറ്റേഴ്സും ഒക്കെ നടക്കുന്നത്. നമുക്ക് ഈ ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് പേരൻസ് പോയി റിക്വസ്റ്റ് ചെയ്യും, സാറേ അത് ഈവനിങ് ഉച്ച കഴിഞ്ഞങ്ങ് മാറ്റിയാൽ നല്ലതായിരിക്കും ഇത് കോച്ചിങ് സെൻറ്റേഴ്സ്. ചിലയിടത്തൊക്കെ അങ്ങനെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. പേരൻസ് ചില ഇടങ്ങളിലൊക്കെയും ഇന്റർഫിയർ ചെയ്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സൺഡേസ് രാവിലെ പള്ളിയിൽ വരണമല്ലോ, പള്ളിയിൽ ഞങ്ങളോട് സംബന്ധിക്കണം, സൺഡേ സ്കൂൾ അറ്റൻഡ് ചെയ്യണം, അത് കഴിഞ്ഞ് ലേറ്റ് ആഫ്റ്റർനൂൺ ഓർ സംതിങ് ക്യാൻ യു ഹാവ് ഇറ്റ്. ചിലയിടത്ത് അതൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്, എന്നാൽ ചിലയിടത്തൊന്നും മാറ്റാറില്ല. നമുക്ക് ഈ ഒരു കോവിഡ് വന്നതുകൊണ്ട് ഒരു ന്യൂ നോർമലിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഇനിയിപ്പോൾ നമുക്ക് ഈ സൺഡേ സ്കൂൾസ് പോലും ഞാൻ ചില ടീച്ചേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾക്ക് സൺഡേസ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എൻഗേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഹാവ് ഇറ്റ് ഓൺ എ സാറ്റർഡേ or have it on a Sunday evening through Zoom. ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ഇനി നമുക്ക് ഉപയോഗിക്കണം. So that what is important is keeping, getting connected to our children, being connected to our children
and helping them in their spiritual growth. That is what I would suggest. അപ്പോൾ ഞാൻ പറയും അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെയും നമ്മൾ കണ്ടെത്തണം. പ്രത്യേകിച്ച് ഈ സൂം പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് സൺഡേ സ്കൂൾ ഇപ്പോൾ ആ ഒരു ടൈമിൽ അവർ അവൈലബിൾ അല്ലെങ്കിൽ ടീച്ചറിൻ്റെയും ആ സ്റ്റുഡൻറ്റിൻ്റെയും ടൈം അനുസരിച്ച് and with the help of the parent, give them the spiritual edification that they need. That is something that I would suggest now in this situation. Thank you, Achan. Another problem, we have a few students who want to believe that God will give them the best, and they don't want to go away from the regular setup where we keep the Sunday sacred and Sunday holy. That our some people feel that okay, that is not necessary. We'll have to go how the world goes. So പണ്ടൊക്കെ ഉണ്ടായിരുന്ന സാറ്റർഡേ ഈവനിങ് തൊട്ട് ഇറ്റ്സ് ഓൾ സെറ്റ് ഫോർ Right. നമുക്ക് ഇനിയുള്ള കാലഘട്ടം I don't know how can we have such things because it is very difficult. Even people are working on Saturdays and Sundays. ഇനിയിപ്പോൾ ഒരു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഹോളിഡേയ്സ് ഒക്കെ എത്രമാത്രം ഒരു കർബ് ചെയ്യും എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന്. എന്നാൽ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക, കിട്ടുന്ന അവൈലബിൾ റിസോഴ്സസ് ടൈം ഉപയോഗിക്കുക, അതേ ഉള്ളൂ. ദാറ്റ് ഇസ് ദി ഓൺലി തിങ് വി ക്യാൻ ഡു. താങ്ക് യു അച്ഛൻ. Teachers, please come forward. You can. Hello, Chan. I want to ask that, as you said, that parents need to give quality time to their children. So can you please tell me what, as a parent, what are the measures we can do you said you talked about that de-evaluation is happening, in models and in our ethics. So as a parent, what can we do to uphold our ethics and values? So because we know that nowadays, most of the parents are very busy, they are working, so they don't get enough time to spend with their children. So in this present scenario, how can we deal with such situation? Can you please? Yes. I understand the stress and the struggle that parents are going through in this, especially in this COVID scenario. And I empathize with you because there is less time. There is so much of work pressures. You have to run errands at home. There are so many things that you need to do for yourself and for your family. But in the midst of all these things, if you don't take care of your children, what will be the outcome? That is a question, okay? So it means you definitely need to put in at least little bit of time and let your children also feel that amidst all the busyness that you are into, your father, the parent has still given some quality time by involving in the child's life, right? So that is something that we cannot avoid. Or just imagine the kind of, ultimately it will, if you don't involve, if you don't give quality time, the day is not far when you yourself will feel lost. When you yourself will feel sad that ultimately everything has come to nothing. Your children are not raised the way you wanted them to be. You provided them money, you provided them all the facilities, but they were lacking on love. They were lacking on many other, many of the emotional needs.
Right? So think of that, and then you reprioritize your life. I understand the amount of busyness that you are into, or the busy schedules that you have, right? But we still need to make time. Prioritize. When you prioritize, you will be able to at least give some amount of time and quality time to your children by being involved in their lives. Yeah. Thank you, Acha. Thank you very much. Questions or maybe we'll pass it on. Since we are running out of time, so we will just, if you have any questions, you can please come forward and ask. Otherwise, we will wind up the session. Questions are in the chat box. Okay. So we have few questions in the chat box. So let me please read it out. Thank you, Acha, for the wonderful and inspiring session. Then we have, thank you, Acha, for the meaningful, precise talk. Can you please tell me how to make children understand the significance of attending a Sunday service? How it is more important than a personal prayer? How? Yes. More important than a personal prayer? Yeah, this is from Dr. Sunil Matthew. Yeah. It's a very important question. These days, children, have a feeling that it's not important to attend the worship service. But I would say, when the parents are serious about attending the worship service, as authoritative parents, not authoritarian, but authoritative parents, when we put in all the efforts to find time to go for the worship service, children will not sit back. That's what I think. That's what I have seen in my home. I grew up in Bombay, and my parents were very particular about attending church service. So whether we like it or not, whether we understand the liturgy or not, whether it was a Malayalam service, whatever it is, we had to go. പോയില്ലെങ്കിൽ അന്നത്തെ ഊണ് കിട്ടത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും പോയാലേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ take them to church along with you. Whenever you find time to talk about the importance of that fellowship. See, worship is not only worshiping God, but it's also having a fellowship with the community. I'm sure നല്ലൊരു ഫെലോഷിപ്പിംഗ് കമ്മ്യൂണിറ്റിയാണ് ഈ യെരുശലേം മാർത്തോമ ഇടവക. നല്ലൊരു ഫെലോഷിപ്പിംഗ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ, നല്ല ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ, kids will feel wanted and important. They will not sit back home. They will look forward to meeting their friends every Sunday, going to Sunday school, attending the church service, and also they should be involved in the church service. That's what I always say. Our involvement alapol, they will feel like coming. So that is how you help them to understand the significance. And it is that personal prayer is also equally important. Worship and personal prayer, it should go together. The next is from Ruby to everyone regarding the Sunday school textbook portions for 3 to 5-year-olds. Ruby, can you please elaborate on this? അച്ഛാ, ഞാൻ മീൻ ചെയ്യുന്നത് വെച്ചാല് കുഞ്ഞുങ്ങൾക്ക്, അതായത് ഒരു 3 വയസ്സ് 4 വയസ്സുള്ള പിള്ളേർ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ അവരെ ഇരുത്തുമല്ലോ, ക്ലാസ് നഴ്സറി ഇരുത്തുമ്പോൾ അവർ ടെക്സ്റ്റ് ബുക്ക് പോർഷൻ ആണ് ഉദ്ദേശിച്ചത്. അവർക്ക് ആ കുഞ്ഞുങ്ങൾക്ക് അതൊന്നും കഥകൾ മനസ്സിലാക്കാനോ പോർഷൻസ് മെമ്മറി വേഴ്സ് ഒന്നും പഠിക്കാൻ മാത്രം പറ്റാറില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ അത് ഉദ്ദേശിച്ച് ചോദിച്ചത്. എനിക്ക് തോന്നി അത് അത്രയും ശരിയല്ല തോന്നുന്നു. കാരണം നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ഒരു ഗൈഡാണ്. ആ ടെക്സ്റ്റ് ബുക്കിനെ നിങ്ങളുടെ കയ്യിൽ തരുമ്പോൾ നിങ്ങൾ അതിനെ കുറച്ചുകൂടെ, അത് ടഫ് ആണെങ്കിൽ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാനുള്ള വലിയ ദൗത്യം നിങ്ങൾക്ക് സമാജം തരുന്നുണ്ട്. അപ്പോൾ സോ യു ഹാവ് ടു വർക്ക് ആൻഡ് റീവർക്ക് ഓൺ ദാറ്റ് ലെസൺ ആൻഡ് മേക്ക് ഇറ്റ് സിമ്പിൾ. ബിക്കോസ് ഐ വുഡ് നോ all the lessons may not be equally simple. എന്നാൽ മാക്സിമം സമാജം is trying to make it simple. എന്നാൽ ചിലയിടത്തൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അതിൽ വർക്ക് ചെയ്തേലേ അത് കുഞ്ഞുങ്ങൾക്ക് നന്നായി പറഞ്ഞു കൊടുക്കുവാൻ, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലും അവർ ഉപയോഗിക്കുന്നതായ വൊക്കാബുലറി ഉപയോഗിച്ച് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കത്തുള്ളൂ. മെമ്മറി വേഴ്സ് വരുമ്പോൾ തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു മെമ്മറി വേഴ്സാണ് ഒരാഴ്ച പഠിക്കേണ്ടത്. നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ 3 to 5-year-oldsന്റെ മെമ്മറി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം, നല്ല പവർഫുൾ, നല്ല ഷാർപ്പ് മെമ്മറി പവർ അവർക്കുള്ളത്. സ്കൂളിൽ എത്രയോ കാര്യങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണാപ്പാഠം പഠിക്കുന്നത്, റൈറ്റ്? മെമ്മറൈസ് ചെയ്ത കുറേയൊക്കെ അവർ പരീക്ഷ എഴുതുന്നത്. അപ്പോൾ തീർച്ചയായും മെമ്മറി വേഴ്സും പഠിക്കുവാൻ സാധിക്കും. വലിയ മെമ്മറി വേഴ്സ് അങ്ങനെ എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ വന്നിട്ടില്ല, അങ്ങനെ ഒത്തിരി വലിയ മെമ്മറി വേഴ്സ് ഉള്ളത്. എന്നാൽ അതും അവരെ പഠിപ്പിക്കാനുള്ള ഒരു സ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഒരു വലിയ മെമ്മറി വേഴ്സ് ഉണ്ടെങ്കിൽ അത് ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, that you have to learn. Okay, so I would say you have to work and rework on that lesson to make it easy for the children to understand.
ഓക്കെ അച്ഛ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അത് ഞാൻ Yes. ക്വസ്റ്റ്യൻ ഇട്ടതല്ല. Yeah. അത് വെച്ചാൽ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം പ്രത്യേകിച്ച് ഈ 8-9 ഇയേഴ്സിലെ മക്കൾക്ക് അവർ ആ പിള്ളേർ വരുമ്പോഴത്തേനും അവർക്ക് നെഗറ്റിവിറ്റി ടോക്ക് കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ Okay. സ്നേഹത്തോടെ വന്നാലും സ്നേഹം പറഞ്ഞാലും ചിലപ്പോൾ അവർ കള്ളത്തരം നമ്മൾ വഴക്ക് പറഞ്ഞാലും അവരുടെ വീണ്ടും നെഗറ്റിവിറ്റി അപ്രോച്ച് ഇച്ചിരി കൂടുതലായിട്ട് നിൽക്കുന്നു. അത് നമ്മൾ മാറ്റാനുള്ള എന്താണ് ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ എന്താണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളത് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു അച്ഛൻ, അങ്ങനെ പറയാമെങ്കിൽ. അതിന് പ്രത്യേകിച്ച് എൻ്റെ കയ്യിൽ ഒരു റെഡിമെയ്ഡ് സൊല്യൂഷൻസ് ഇല്ല. ബട്ട് നമ്മൾ നെഗറ്റീവ് ആകാതിരുന്നാൽ മതി. ഓക്കെ, ലെറ്റ് us ബി പോസിറ്റീവ്. അവർ പറയുന്ന നെഗറ്റിവിറ്റീസിലും പോസിറ്റിവിറ്റി കണ്ടെത്താനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിയാലേ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ബി പ്രസന്റ് എ പോസിറ്റീവ് പിക്ചർ ആൻഡ് യു ഡോണ്ട് ലൂസ് യുവർ positivity amidst all the negativities around, right? You come out with positive things. That's how you motivate them. ആ ഒരു പ്രായത്തിന്റെ പ്രത്യേകതയായിരിക്കും. Whatever they get, they share, and there's a lot of negativity going around. Okay, cha. Thank you very much. I think your doubts are cleared. So now it's time to wind up the sessions. Before that, I would like to express my vote of thanks on behalf of the Sunday School. First of all, let me thank Almighty God for giving us this opportunity, this platform to make this event a successful one. Then I would like to thank our Achins, especially Liju Achin and our Vicar, Reverend George Matthew Achin, for accepting our invitation and giving their precious time to us. And I would like to thank our speaker, our George Cherian Achin, for such an encouraging and inspiring talk. As once the Albert Einstein, one of the greatest scientists of all times, wisely said, try not to become a man of success, but a man of values. Ethics and values are the hallmark of character. However, in the modern times, high moral values and ethics seems to have been eroded pathetically. But I think this type of webinar will definitely encourage parents and help us to help our kids to uphold our moral values. So on behalf of Sunday School, I thank you, Acha, for spending your valuable time with us and giving such an encouraging and inspiring talk. Now I would like to thank our headmaster, Sir, John Kurula, Sir, for being a support and as a pillar of power. And next, I would like to thank all the parents for accepting our invitation and participating in this webinar. Our sincere gratitude goes to all our technical team who have been helping us throughout these days to utilize this platform very effectively. So at last, I thank all of you for joining us in this webinar. Now I call our Reverend George Matthew Achin to wind up the session with his prayer. Acha. Yes. കേൾക്കാമോ? കേൾക്കാം അച്ഛാ, കേൾക്കാം. പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് സന്ധ്യയെങ്കിൽ നടന്ന ഈ പ്രത്യേക വെബിനാറിനായി നന്ദി. നേതൃത്വം കൊടുത്ത പ്രിയ അച്ഛനായിട്ട് സ്തോത്രം. ഇതിൽ പങ്കുചേർന്ന, സഹകരിച്ച, ശ്രദ്ധിച്ച എല്ലാ മാതാപിതാക്കൾക്കായിട്ടും സ്തോത്രം. പ്രോത്സാഹിപ്പിച്ച അധ്യാപകർക്കായിട്ടും നന്ദി. നേതൃത്വം കൊടുത്ത ചുമതലക്കാർക്കായിട്ടൊക്കെ സ്തോത്രം. സന്നിഹിതനായിരുന്ന കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച ലിജുവിന് വേണ്ടിയും സ്തോത്രം. ഇതിന്റെ ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച ഇതിന്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ സംരംഭങ്ങളെല്ലാം, ഈ ഉദ്യമങ്ങളെല്ലാം ഞങ്ങളുടെ തലമുറയ്ക്ക് ഒരു അനുഗ്രഹമായി ഒരു മഴ പോലെ പെയ്തിറങ്ങുവാൻ തക്കണം അവിടെ നിലയാക്കണമേ. നന്മ കൊണ്ട് നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ഏകപുത്രന്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ സംസർഗം, സഹവാസം നമ്മളോടും പ്രത്യേകാൽ ഇന്ന് നടന്ന ഈ വെബിനാറിന്റെ മേലും നേതൃത്വം കൊടുത്ത പ്രിയ അച്ഛന് മേലും അച്ഛന് ശുശ്രൂഷ ചെയ്യുന്ന സമാജത്തിന്മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
Thank you, Achan. All. Thank you, John, sir. Thank you. We hope we'll have more sessions with you soon. Okay, good night to you then. Okay. Bye. Bye, everyone. Yes, Thank yes. you, teachers, and your efforts, and all the parents who have joined in. Bye.